ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നല്ലോ. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. കർത്താവിനെ അന്വേഷിച്ച് കർത്താവിനോട് കൂടെ നാം യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതയാത്രയിൽ ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് നാം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിത സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. ആ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ സാക്ഷ്യം പറയുന്നതിനായി പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. ഓക്കെ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസന് നന്ദി കരയേറ്റുന്നു. ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ മഹാസാന്നിധ്യത്തെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് നടത്തിയ വിധങ്ങൾ, വഴികൾ, അങ്ങയെ കണ്ടുമുട്ടിയ വിധങ്ങൾ, അങ്ങയുടെ മഹത്വം ഒക്കെ പ്രസ്താവിപ്പാൻ കർത്താവേ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായത് ഹല്ലേലൂയ വിവരിപ്പാനുള്ള എല്ലാ ദൈവകൃപയുടെ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കണമേ. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ അപ്പ. അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെയും ഇപ്പോൾ നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി. ഞാൻ തിരുവനന്തപുരം കാട്ടാക്കട സ്ഥലത്തു നിന്നാണ്. പണ്ടത്തെ കാട്ടാക്കടയാണ് ഞാൻ താമസിക്കുന്നത്. ഭാര്യയുണ്ട്, 2 മക്കളാണ്. മൂത്തത് മോൻ ജോഷുവ 20 വയസ്സായി. ഇളയത് മോൻ ജോഷ്ന 14 വയസ്സായി. മോൻ ബിടെക്കിന് 3-ാം വർഷം പഠിക്കുന്നു. മോള് 10th പ്രവേശിച്ചു. പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ 5 പേരുമാണ് ഇവിടെ താമസിക്കുന്നത്. ഓക്കെ. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. കർത്തൃവേലയോടൊപ്പം ബന്ധമത്തിലായിരിക്കുന്നല്ലോ. കർത്താവ് ബലപ്പെടുത്തട്ടെ, അനേകർക്ക് ആശ്വാസമാക്കിയൊക്കെ തീർക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരുന്നത്. അതിനായി കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടിവി എന്ന ഈ പ്രത്യേക ചാനലിലൂടെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവജനത്തിനും, വിശേഷാൽ ഈ പ്രോഗ്രാമിൽ എന്നെ ഉൾപ്പെടുത്താൻ താല്പര്യം കാണിച്ച കർത്താവിൻ്റെ ദാസിക്കും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കർത്താവിൻ്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. യഹോവ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എന്ന് ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് ലഭിച്ച അവസരം ഒരു വലിയ പദവിയായി കാണുകയും സകല മഹത്വവും കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് PK സുനിൽ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. കഴിഞ്ഞ 28 വർഷമായി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാർത്തുകൊണ്ട് വിവിധ സഭകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു വരുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അഥവാ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ജനന നാൾ മുതൽ, എനിക്ക് ഓർമ്മയുള്ള നാൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ അവർ കണ്ടെത്തിയ വിശ്വാസത്തിൽ വളരെ തീക്ഷ്ണതയുള്ളവരും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടവരുമായ വ്യക്തികളായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. ജനിച്ചു വീണ നാൾ മുതൽ സ്വന്തമായി വീട്ടിൽ പൂജാമുറിയും അതുപോലെ ആരാധനയും പ്രാർത്ഥനകളും പൂജകർമാദികളും ഒക്കെ നടത്തുന്ന
മാതാപിതാക്കളുടെ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ ചെറുപ്പം മുതൽ വളർന്നു വന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണ് അവരെ ഇങ്ങനെ ദൈവത്തോട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ കൂടുതൽ സമർപ്പിതരാക്കി മാറ്റിയതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ചു വന്ന രോഗങ്ങളും അതുപോലെയുള്ള മാനസിക തകർച്ചകളുമൊക്കെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുള്ള നാൾ മുതൽ എൻ്റെ അമ്മ ഒരു രോഗിയായിരുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അമ്മയെ എൻ്റെ ചെറിയ പ്രായം മുതൽ അമ്മയെ ബാധിച്ചിരുന്നു. അതിനുവേണ്ടി ഉള്ള ചികിത്സകളും ഒക്കെ നടത്തി വന്നിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ എൻ്റെ പിതാവ് ഒരു സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു കൃഷിപ്പണിക്കാരനായതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ വരുമാനം കൊണ്ട് എൻ്റെ മാതാവിനൊരു നല്ല ചികിത്സ നൽകാൻ എൻ്റെ പിതാവിന് വേണ്ടവണ്ണം കഴിയുമായിരുന്നില്ല. മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരുമോ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. തനിക്ക് സഹോദരങ്ങൾ ആരുമില്ലായിരുന്നു. എൻ്റെ കേട്ടറിവ് ശരിയാണെങ്കിൽ എൻ്റെ അച്ഛന് 10 സഹോദരങ്ങളുണ്ട്. അതിൽ 10 പേരും ചെറുപ്പത്തിലെ മരിച്ചുപോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു മകനായിട്ടാണ് എൻ്റെ അച്ഛൻ വളർന്നത്. എൻ്റെ അച്ഛന് 2 ഭാര്യമാരായിരുന്നു. അതിൽ 2ാമത്തെ ഭാര്യയിലാണ് എൻ്റെ അച്ഛൻ ജനിച്ചത്. ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഏതാണ്ട് 10 മക്കളോളം ഉണ്ടായിരുന്നെങ്കിൽ 10 മക്കൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാഥാർത്ഥ്യങ്ങളൊന്നും അധികം അറിഞ്ഞുകൂടാ. അപ്പോൾ ചെറിയ പ്രായം മുതൽ ഒറ്റയ്ക്ക് വളർന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. പിന്നീട് ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മയുടെ വാത്സല്യത്തിൽ വളർന്നു വന്നെങ്കിലും ഞാൻ ജനിച്ച് ഓർമ്മയെത്തും മുമ്പേ അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നീട് എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് വളർന്നു വന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ ഒരു ആരുമില്ലാത്തൊരു ഏകാന്തതയിൽ അനാഥനെ പോലെ വളർന്നു വന്നതുകൊണ്ടായിരിക്കാം ചെറുപ്പം മുതൽ എൻ്റെ അച്ഛൻ ദൈവമായിട്ട്, അഥവാ അദ്ദേഹം അന്ന് കണ്ടെത്തിയ, അദ്ദേഹത്തിന് അവരുടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത ദൈവങ്ങളിൽ വളരെ ആശ്രയിച്ച് ജീവിച്ചു വന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ പിതാവിന്. അതുപോലെ എൻ്റെ മാതാവും എൻ്റെ പിതാവിൻ്റെ വിശ്വാസത്തെ അടിയുറച്ച് വിശ്വസിക്കുകയും അച്ഛനോട് ചേർന്നങ്ങനെ അവരുടെ ദൈവങ്ങളെയൊക്കെ പൂജിച്ച് ആരാധിച്ചു വന്നൊരു കാലമായിരുന്നു. എൻ്റെ മാതാവിൻ്റെ രോഗവും അച്ഛൻ്റെ അനാഥത്വവും കുടുംബത്തിൻ്റെ സാമ്പത്തിക തകർച്ചകളും ഒക്കെ ആയിരിക്കാം അവരൊരുപാട് ദൈവങ്ങളെ ആശ്രയിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ, ഞങ്ങൾ ചെറുപ്പകാലം മുതൽ അനേക പുണ്യ സ്ഥലങ്ങളിൽ പോകുവാൻ, അത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, അല്ലാതെയുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ എൻ്റെ എല്ലാ പേരുകൾ ഓർമ്മയില്ല. പല ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോയത് ഓർമ്മയുണ്ട്. പിന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയത് ഓർമ്മയുണ്ട്. ഇവിടെ എല്ലാം പോയത് ഒന്നൊരു ആത്യന്തിക ലക്ഷ്യം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് സൗഖ്യമുണ്ടാകണം. കുടുംബത്തിനകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, സാമ്പത്തിക ദാരിദ്ര്യങ്ങൾ, അതുപോലെ എന്തോ വലിയ ശാപങ്ങൾ പോലെ കുടുംബത്തെ വേട്ടയാടിയ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ നടുവിലൂടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾ പഠിച്ചു വന്നത് ദൈവത്തെ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും, അല്ലാതെ മരുന്നിനോ അല്ലെങ്കിൽ മനുഷ്യനോ ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അന്ന് ഞങ്ങൾക്കറിയുള്ള ദൈവത്തെ ആത്മാർത്ഥതയോടെ ഹൃദയം തുറന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അവരിരിക്കുന്ന ഇടം തേടി പോവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ശബരിമല ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും എൻ്റെ പിതാവ് വ്രതമെടുത്ത് അദ്ദേഹം ശബരിമലയ്ക്ക് പോകാൻ ഏതാണ്ട് 18 വർഷത്തോളം പോയെന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് കണക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പോയെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാ വർഷവും എൻ്റെ പിതാവ് ആ സമയമാകുമ്പോൾ വ്രതമെടുക്കുക. ആ വ്രതമെടുത്ത് അദ്ദേഹം ശബരിമല എന്ന ക്ഷേത്രത്തിലേക്ക് വ്രതമെടുത്ത് പമ്പയിൽ കുളിച്ച് അദ്ദേഹം കരിമലയും നീലമലയൊക്കെ ചവിട്ടി അവിടെ ചെന്ന് അവിടെയുള്ള ദൈവത്തെ ദർശിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു ജീവിത ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽ ഞാനും അതേ വിശ്വാസത്തിലാണ് വളർന്നു വന്നത്. എൻ്റെ സഹോദരിയും ഞാനും ഒക്കെ ചെറിയ പ്രായങ്ങളിൽ മുതൽ ഇതുപോലെ വ്രതമെടുക്കുക, അതുപോലെ ക്ഷേത്രങ്ങളിൽ പോയി ദൈവങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പതിവായിരുന്നു. ഞാനത് 4 പ്രാവശ്യത്തോളം ഇങ്ങനെ വ്രതമെടുത്ത് 40 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട്.
അതുകൂടാതെ ധാരാളം ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ ദൈവങ്ങളെ തേടി പോകാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തൊട്ടടുത്ത് എൻ്റെ വീട് കറുകച്ചേരൻ NSS സ്കൂളിൽ നിന്നും വാകത്താനം പോകുന്ന വഴിക്ക് ഏതാണ്ട് ഒരു 1.5-2 മൈൽ ദൂരം മാത്രം പോയാൽ അവിടെ ഒരു ചിറക്കലിൽ ഭദ്രകാൾ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ കുടുംബ വീട്. ഞാൻ ആ ക്ഷേത്രത്തിലെ ഒരു വലിയ ഭക്തിയുള്ള ഒരു കുഞ്ഞായിട്ടാണ് വളർന്നത്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ പോയി അവിടെ പോയി തൊടുന്നത് എനിക്കൊരു വലിയ വിശ്വാസമായിരുന്നു. ആ ക്ഷേത്രത്തിന് മുറ്റത്തൂടെയാണ് ഞാൻ സാധാരണ കടകളിലൊക്കെ അപ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തെ നോക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ശീലമാണ്. കാരണം എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചത്. അവിടെ ആ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവങ്ങളിൽ ചെറിയ പ്രായം മുതൽ വ്രതമെടുത്ത് ഞാൻ കുംഭകടം എടുക്കുന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട്. അവിടെ പറഞ്ഞാൽ കാവടിയല്ല, കുടത്തിനകത്ത് കുരുതി കലക്കി അതിനകത്ത് പ്രത്യേകം പൂക്കളൊക്കെ വെച്ച് തലയിൽ വെച്ച് ഘോഷയാത്രയുടെ കൂടെ അതിങ്ങനെ തലയിൽ ചുമന്ന് അവിടെ പാടുന്ന പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്തു പോകുന്ന അതിന് കുംഭകടം തുള്ളുക എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത്. അതെല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ചെറുപ്പം മുതൽ. പിന്നീട് അങ്ങനെ ചെറിയ പ്രായം മുതൽ ഭയങ്കര ദൈവവിശ്വാസത്തിൽ അങ്ങനെ ഒരു ബന്ധത്തിലാണ് എന്നെ എൻ്റെ മാതാപിതാക്കൾ നടത്തിയത്. അതുകൊണ്ട് ഒട്ടുമിക്ക അന്നത്തെ ഭജന പാട്ട് പാടുക, വ്രതമെടുക്കുക, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അതുമെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ചെയ്തു വന്നത്. ഭയങ്കര വിശ്വാസത്തോടു കൂടിയായിരുന്നു. അങ്ങനെ നാളുകൾ മുന്നോട്ട് നീണ്ടു കടന്നുപോയി. എന്നാൽ എൻ്റെ മാതാവിനോ എൻ്റെ പിതാവിനോ എൻ്റെ കുടുംബത്തിനൊന്നും ചെറിയ പ്രായം മുതൽ ഈ വിശ്വാസത്തിൽ ഇങ്ങനെ ദൈവത്തെ ആരാധിച്ച് അറിയാവുന്ന എല്ലാ പുണ്യസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തീർത്ഥാടനം നടത്തി ദൈവത്തെ പ്രാർത്ഥിച്ചു. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് പോലെ ഞങ്ങൾ ചെയ്തു വന്നു. ഒരുപാട് മന്ത്രവാദങ്ങളും അങ്ങനെയുള്ള പൂജകളും ഒക്കെ ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയുള്ള ചെറിയ പ്രായത്തിൽ ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മാതാവിനെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി എൻ്റെ ഭവനത്തിൽ തന്നെ ആ വിചാരങ്ങളും മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന മന്ത്രവാദികളെ കൊണ്ടുവന്ന് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. തൊട്ടടുത്ത് ഞങ്ങൾക്ക് അവിടെ 3-4 ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ ദൈവം ഞങ്ങളുടെ വീട്ടിൽ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നൊരു പ്രത്യേക ദിവസമുണ്ട്. ഞങ്ങളുടെ വീട് അല്പം ഒരു വിശാലമല്ലാത്ത ഒരു വഴിക്കകത്താണെങ്കിലും ആനപ്പുറത്ത് ആ ദൈവത്തെ എഴുന്നള്ളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ദൈവത്തിന് ഞങ്ങൾ നേർച്ചകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറയെടുക്കുക എന്നാണ് അന്ന് പറയുന്നത്. പറയെടുക്കുക നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ദിക്കുവിലി എന്ന് പറയുന്ന പോലെ വീടുകളിൽ. പക്ഷെ ഇവിടെയൊക്കെ സാധാരണ മനുഷ്യനാണ് ദൈവങ്ങളെ ചുമന്നുകൊണ്ട്. പക്ഷെ അവിടെ ആനപ്പുറത്താണ് ദൈവങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി വേണ്ട പൂജകർമ്മതകളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങളുടെ അധ്വാനവും അച്ഛൻ്റെ വരുമാനങ്ങളെല്ലാം കൊണ്ടങ്ങനെ ദൈവങ്ങളെ വളരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച വലിയ ഭക്തനായൊരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ പിതാവിനെ സ്വാമി എന്ന് ചേർത്താണ് നാട്ടുകാരെ വിളിച്ചത്. എല്ലാ വർഷവും അദ്ദേഹം വ്രതമെടുക്കുന്നു, മാലയിടുന്നു, അദ്ദേഹം കാവ്യവസ്ത്രം കാവ്യ കൈലി അദ്ദേഹം ധരിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തെ ആ ഒരു നിലയിലാണ് ആൾക്കാർ കാണുന്നതും ആ ഒരു പ്രത്യേക ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് അദ്ദേഹത്തെ ആൾക്കാർ സംബോധന ചെയ്തത്. എൻ്റെ പിതാവ് മദ്യപിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പിതാവ് അങ്ങനെ ദുശീലങ്ങളുള്ളതായിട്ട് ഞാൻ ദർശിച്ചിട്ടില്ല. പിന്നെ പലപ്പോഴൊക്കെ മുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പ്രാവശ്യങ്ങളൊക്കെ വീടി വലിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വളരെ ദൈവത്തെ ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു എൻ്റെ പിതാവിന്. എന്നാൽ ഈ വിശ്വാസത്തിൽ ചെറിയ കാലം മുതൽ ഇങ്ങനെ മുൻപോട്ട് കടന്നു വന്നെങ്കിലും ജീവിതത്തിനകത്തൊരു സ്വസ്ഥതയോ സമാധാനമോ ഞങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥയിൽ എൻ്റെ സഹോദരിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് തന്നെ തൻ്റെ കല്യാണം കഴിഞ്ഞ് തന്നെ പറഞ്ഞയച്ചു. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് വളരെ തകർന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ സഹോദരി കടന്നു പോകുന്നത് കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്കത് വലിയ ദുരന്തമായി തോന്നി. പലപ്പോഴും സഹോദരി അവിടെ ജീവിക്കാൻ കഴിയാതെ വീട്ടിൽ വന്നിക്കുന്ന അനുഭവം ഉണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന, സന്തോഷിക്കാൻ ജീവിതത്തിൽ വാസ്തവത്തിൽ ഒന്നും
ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അതായിരുന്നു വാസ്തവത്തിൽ എൻ്റെ ബാല്യകാലം. ഈ അനുഭവങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കാനിടയായി. ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ദൈവങ്ങളെ തേടി പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ച നന്മകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ടും ഇതാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്, ഇതിൻ്റെ മാറ്റമില്ലല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ദൈവങ്ങൾ എന്താ ഞങ്ങളുടെ കഷ്ടത കാണുന്നില്ലേ, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നില്ലേ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിനകത്ത് ഉടലെടുക്കാൻ തുടങ്ങി. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിന് വ്യക്തമായൊരു മറുപടിയൊന്നും എനിക്ക് ലഭിച്ചില്ല. അതെൻ്റെ ഹൃദയത്തിനകത്ത് ദൈവങ്ങളിൽ നിന്നും അകന്നു പോകുന്നൊരു മാനസികാവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 വയസ്സ് തൊട്ട് ഞാൻ പിന്നെ ഈ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലാതായി. വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിലും അതിനകത്ത് കയറുകയില്ല. എൻ്റെ മുറിക്കകത്തിരുന്ന എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോകളും ഞാൻ എടുത്തു മാറ്റി. പിന്നെ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാറില്ല, വചന പാടാറില്ല. പിന്നെ ഇങ്ങനെയുള്ള ഭക്തി കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ഞാൻ വഴി മാറി നടക്കുന്ന ഒരു നാളുകളായിരുന്നു. അതെന്നെ ദൈവമില്ലെന്ന് പറയുന്ന ആൾക്കാരോട് കൂടുതൽ അടുപ്പിക്കാനിടയായി. അങ്ങനെ ഒരു നിരീശ്വരവാദിയാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി. നിരീശ്വരവാദിയാണെന്നല്ല, ദൈവമില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തീയ പള്ളികളിൽ പോയിട്ടുണ്ട്. മൂത്രപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്, ഒരു റോമൻ കത്തോലിക്ക പള്ളി. അവിടെ മുത്തപ്പൻ എന്നറിയപ്പെടുന്ന ഒരു പുണ്യവാളനെയാണ്. അവിടെ എന്നെ കൊണ്ടുപോയി എൻ്റെ അമ്മ അടിമയിരുത്തിയിട്ടുണ്ട്. ആ പുത്രപ്പള്ളി RC പള്ളിയിൽ എല്ലാ വർഷത്തെയും പെരുന്നാളിന് എന്നെ കൊണ്ട് അവിടെ അടിമയിരുത്തിയിട്ടുണ്ട്. അതുപോലെ നെടുങ്കുന്നം എന്നറിയപ്പെടുന്ന സ്ഥലത്തൊരു വലിയ കത്തോലിക്ക പള്ളിയുണ്ട്. ആ പള്ളിയുടെ സ്റ്റെപ്പുകൾ മുട്ടിന്മേലിങ്ങനെ ഇഴഞ്ഞ് ഞാൻ കയറിയിട്ടുണ്ട്. മുട്ടുകൊണ്ട് തലയിലൊരു കല്ലെടുത്ത് വെച്ചിട്ട് ഈ പള്ളിക്ക് ചുറ്റും മുട്ടിന്മേൽ നടക്കാൻ പറയും. അങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ മുസ്ലിം പള്ളിയിൽ പോയിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യാനികളുടെ പള്ളികളിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ഞാൻ ദൈവത്തിൻ്റെ ഒരു കരുണയും എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിനകത്ത് ഹിന്ദു പറയുന്ന ദൈവവും ക്രിസ്ത്യാനി പറയുന്ന ദൈവവും ഒക്കെ വെറും ഭാവനകൾ മാത്രമാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിക്കുവാൻ ഇടയായി. ഇതെന്നെ പതിയെ പതിയെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും നിരീശ്വരവാദത്തിലേക്ക് എൻ്റെ മനസ്സിനെ തിരിക്കുകയും ചെയ്തു. ഏതാണ്ട് 14 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഏറെക്കുറെ ആത്മീയതയോടെല്ലാം പൂർണ്ണമായിട്ട് വിട പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഞാൻ വഴിമാറിപ്പോയി. ഇതിനിടയ്ക്ക് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുകയാണ്. ഏതാണ്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ഒരു 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 എന്താ ഒരു പോഷത്വമായ കാര്യമായി തോന്നി തുടങ്ങി. അതെന്നെ ചില നിരീശ്വരവാദികളിലേക്കും അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്കും എന്നെ കൊണ്ടുപോയി. എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു മേസ്ത്രി പണിക്കാരനായ മനുഷ്യൻ എൻ്റെ മനസ്സിനോട് ഒരുപാട് കാര്യങ്ങൾ ഈ നിരീശ്വരത്തെക്കുറിച്ച് പറയാനുണ്ടായി. കമ്മ്യൂണിസത്തെക്കുറിച്ചും സോവിയറ്റിൽ നടന്നതായ വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അവിടെ നടന്ന ചക്രവർത്തിമാരുടെ ദുർഭരണവും അവിടെയുള്ള അടിമകളുടെ ജീവിതവും അവർ നടത്തിയ വിപ്ലവങ്ങളും സമരങ്ങളും അതിലൂടെ അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലമായിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതെൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ കയറി ആകർഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, തകർക്കപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ മനുഷ്യന് സമാധാനവും ശാന്തസുന്ദരമായ ഒരു ജീവിതവും വാഗ്ദത്തം ചെയ്യാൻ കമ്മ്യൂണിസത്തിന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ആ സമയം. അന്നെനിക്ക് 13-14 വയസ്സേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പതിയെ പതിയെ ഞാൻ ഇതിനോട് കൂടെ കേൾക്കാനും ഇവരുമായി കൂട്ടുകൂടാനും അതെന്നെ പതിയെ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലേക്ക് എന്നെ തിരിക്കുവാനിടയായി. എൻ്റെയൊക്കെ ഓർമ്മ ശരിയാണെങ്കിൽ 1983 തോന്നുന്നു, കറക്റ്റ് വർഷം ഓർമ്മയില്ല. ആദ്യമായി നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യച്ചങ്ങല എന്നൊരു പ്രോഗ്രാം ഇന്ത്യയിൽ നടത്തി. ഒരു ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. അന്ന് കേരളത്തിൻ്റെ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മനുഷ്യച്ചങ്ങല എന്നൊരു പ്രോഗ്രാം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ DYFI എന്നറിയപ്പെടുന്ന ഒരു യുവജന സംഘടന ക്രമീകരിച്ചു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ഇവർ കൊണ്ടുപോയി. ഞാൻ പോയത് ആലപ്പുഴയിലാണ്. അവിടെ ഹൈവേയിലാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പോയത്. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് ആ മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തു.
എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, യുവതിയുവാക്കളെ ഞാൻ കണ്ടു. അവരുമായിട്ട് പരിചയപ്പെടാനിടയായി. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ സമരമുറയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ ആവേശം തോന്നി. അതെല്ലാം പങ്കെടുത്ത് എൻ്റെ മനസ്സിനകത്ത് അന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ ചൈതന്യം, ഒരു വലിയ സന്തോഷം എനിക്കന്ന് ഉണ്ടായി. അന്ന് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ ചുടുകാടെന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ അറിയില്ല. അവിടെ സാർ CP രാമസ്വാമി അയ്യരുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ജീവനോടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നൊരു സ്ഥലം എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ സന്ദർശിക്കാനിടയായി. ആ ചുടുകാട് എന്ന സ്ഥലത്ത് ഞാൻ പോയപ്പോൾ രക്തസാക്ഷികളുടെ കുടീരങ്ങളെ കണ്ടു. അവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷികൾ ഉറങ്ങുന്ന സ്ഥലമാണ് എന്നൊക്കെ അവിടെ എഴുതിയ വാക്കുകളൊക്കെ വായിച്ചപ്പോൾ ഞാൻ ആവേശഭരിതനായി മാറി. അന്നവിടെ വെച്ചൊരു തീരുമാനമെടുത്തു, ജീവിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കണം. അന്നെനിക്ക് കൂടി ഇപ്പോൾ 14 വയസ്സ് ഒക്കെ ഉള്ളതിൻ്റെ ഓർമ്മ. മരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മരിക്കണം. അന്ന് അവിടെ മുതലാണ് എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ വഴിത്തിരിവുണ്ടായി. അന്ന് മുതൽ പിന്നെ ഞാൻ ഈ ഒരു ആശയത്തിന് വേണ്ടി, ഈ ഒരു ഇസത്തിന് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ DYFIയുടെ ലോക്കൽ യൂണിറ്റ് സെക്രട്ടറിയായി. അപ്പോൾ ഈ DYFI എന്നറിയപ്പെടുന്ന ആ യുവജന പ്രസ്ഥാനത്തിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ 15 വയസ്സ് വേണം. എനിക്ക് 15ാമത്തെ വയസ്സിൽ അതിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആകാനുള്ള അനുഭവം ഉണ്ടാകും. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. കറുകച്ചാൽ എന്ന പഞ്ചായത്തിലാണ് എൻ്റെ വീട്. അവിടെ കറുകച്ചാൽ പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലയ്ക്ക് മാറുകയായിരുന്നു. SSC കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് തന്നെ കോട്ടയം നാട്ടകം കോളേജാണ്. കാരണം അവിടെ SFIക്കാരാണ് അവിടെ എല്ലാ വർഷവും ജയിക്കുന്നത്. അതുകൊണ്ട് SFI ഭരിക്കുന്ന ഒരു കോളേജിൽ തന്നെ എനിക്ക് പഠിക്കണം എന്നുള്ള നിർബന്ധത്തിൽ ഞാൻ വാസ്തവത്തിൽ അവിടെ പോലെ തന്നെ രാഷ്ട്രീയം കുറച്ച് പഠിക്കാൻ വേണ്ടിയാണ്, കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് പഠനത്തെക്കാൾ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ കോട്ടയം ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയത്. അങ്ങനെ പക്ഷെ എനിക്കെൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കോളേജിൽ കുറച്ചൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അത് ഒരുപാട് എതിരാളികളെ സൃഷ്ടിക്കാൻ കാരണമായി മാറി. കോട്ടയം സിറ്റിയിൽ കൂടി ഒറ്റയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത അനുഭവം. കാരണം കോളേജിനകത്ത് ഒരു സമരമോ അല്ലെങ്കിൽ ഒരു അടിപിടിയോ സംഭവിക്കുകയാണെങ്കിൽ കോളേജിനകത്ത് SFIയുടെ ഗാങ് വളരെ ശക്തമായതുകൊണ്ട് അതിനകത്ത് കയറി അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും പിന്നെ കോട്ടയം സിറ്റിയിലോ ഒക്കെ വെച്ച് അവരെ തിരിച്ചുപദ്രവിക്കാൻ ഇതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ, അവിടെയുള്ള തൊഴിലാളികളൊക്കെ വരുന്ന അനുഭവമുണ്ട്. അങ്ങനെ പല പ്രാവശ്യം പലരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളതായ ഒരു വലിയ ഭീഷണിയിൽ കൂടിയൊക്കെ കടന്നു പോയത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കൂടുതലും ഞാൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെ ഞാൻ അത്ര കാര്യമാക്കിയില്ല. എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തന നിമിത്തം ഏറെക്കുറെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും. അങ്ങനെ പിന്നീട് എൻ്റെ ജീവിതം വലിയ തകർച്ചയിലേക്ക് പോയി. കാരണം വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ തകർന്നു. രാഷ്ട്രീയപരമായിട്ട് ഞാൻ ആഗ്രഹിച്ച സമാധാനമോ സ്വസ്ഥതയൊന്നും ജീവിതത്തിനകത്ത് ലഭിക്കുന്നില്ല. കാരണം വീട്ടിൽ അമ്മ വളരെ രോഗിയായി മാറുന്നു, സഹോദര കുടുംബം തകർന്നിരിക്കുന്നു. എനിക്ക് രാത്രിയിൽ ഉറങ്ങാനൊരു സത്രം മാത്രമാണ് വീട്. വീട്ടിലേക്ക് വന്നു കയറുന്ന എനിക്ക് വാസ്തവത്തിൽ അസഹനീയമാണ്. കാരണം വീട്ടിൽ വരുമ്പോൾ അമ്മയെ കാണാൻ, അച്ഛനെ കാണാൻ, അവരുടെ അവസ്ഥ കാണുമ്പോൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ചൊരവസ്ഥയാണ്. അങ്ങനെയുള്ള അച്ഛനാണെങ്കിൽ ദൈവം തേടിയിരിക്കുന്ന ഒരു കാഷായ വസ്ത്രം ധരിച്ചൊരു ഭക്തനായി ജീവിക്കുന്നു, അമ്മ രോഗിയായി ജീവിക്കുന്നു, സഹോദരി കുടുംബം തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ എന്തിന് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലേ എന്ന് ചിന്തിച്ച ആ പ്രത്യേക നാളുകളിൽ ഞാനൊരു ദിവസം രാത്രി എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള റോഡായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം സന്ധ്യയായപ്പോൾ തിരിച്ച് വീട്ടിൽ പോയപ്പോഴും രാത്രി 8-10 മണിയായിട്ടും വീട്ടിൽ പോകാതെ ഒറ്റയ്ക്ക് ഞാനവിടെ റോഡ് പക്കൽ ഇരിക്കുമ്പോൾ ജോർജ് കുട്ടി എന്നറിയപ്പെടുന്ന എന്നേക്കാൾ വളരെ പ്രായം കൂടിയ, എന്നേക്കാൾ 10 വയസ്സെങ്കിലും കൂടിയ ഒരു മൂപ്പുള്ള ഒരു സഹോദരൻ, പുള്ളി ഒരു CSCക്കാരനാണ്. അദ്ദേഹം ഒരു സെമിനാരിയിൽ അച്ഛൻ പട്ടം പഠിക്കാൻ വേണ്ടി പോയിട്ട് മാനസിക രോഗിയായതുകൊണ്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു മെന്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും നാട്ടുകാരെല്ലാം ആ കണ്ണുകൊണ്ടാണ് കാണുന്നത്.
അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ബൈബിളിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് ഇങ്ങനെ വാചാലമായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്കതൊന്നും വാസ്തവത്തിൽ കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും അപ്പോൾ ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോകാതിരിക്കാൻ സംസാരിക്കാൻ ഒരാളെ കിട്ടി എന്നൊരു സന്തോഷത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പറഞ്ഞതെല്ലാം കേട്ടു. ഒരുപാട് നേരം സംസാരിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ കരുത്തുത്തു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവരുടെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പൊ ഈ വചനം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ കയറി ചാട്ടൂടി പോലെ തറച്ചെന്നൊരു സത്യമുണ്ട്. അദ്ദേഹം പോയ ശേഷം ഞാൻ വീട്ടിൽ പോയി. അപ്പോഴെല്ലാം ഈ ജോർജ് കുട്ടി പറഞ്ഞ വാക്കിന്റെ കാതിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ച് കേട്ടുകൊണ്ടേ കിടന്നു. രാത്രി എനിക്കേണ്ട 1 മണി വരെ സമയം വരെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോഴെല്ലാം ഇത് ഈ വാക്യം എന്നോട് പിന്നെയും പിന്നെയും ജോർജ് കുട്ടി സംസാരിക്കുകയും. അപ്പോൾ ഞാൻ ഉറക്കമില്ലാതെ അസ്വസ്ഥനായി. അവസാനം എനിക്ക് ദൈവത്തോട് സംസാരിക്കണം, ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ നിന്നും ഞാൻ എത്ര ഓടിയകന്നാലും എനിക്ക് ആ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, എനിക്ക് വീണ്ടും ദൈവത്തോട് സംസാരിക്കണം എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും എൻ്റെ മനസ്സിനെ ഈ അസ്വസ്ഥപ്പെടുത്തുന്ന അസ്വസ്ഥ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് വെറുതെ തല ഉയർത്തി കണ്ണടച്ചിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തോട് ഞാൻ പറ്റിയിരിക്കാം, എന്നെ വിടിവിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് ചേർന്നിരിക്കാം എന്നിങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ വെറുതെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ശാന്തമായി ഞാനൊന്ന് സുഖമായിട്ട് അന്ന് രാത്രിയിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്നെ വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തി. എന്തുകൊണ്ടാണ് അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആ ശാന്തത ഉണ്ടായെന്നൊരു ചോദ്യം എന്നെ ദിവസങ്ങളോളം ഇങ്ങനെ വേട്ടയാടി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പീരിമേട് എന്നൊരു കുടുംബം താമസം മാറി വന്നു. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായ മനുഷ്യനാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും എന്നോട് സംസാരിക്കും. അപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനും വളരെ നിരാശനാണ്. വളരെ ജീവിതത്തിനകത്ത് എല്ലാ അർത്ഥങ്ങളും വിദ്യാഭ്യാസം തകർന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം എന്തായി മാറുന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതെ മുമ്പിൽ ഇരുട്ടും മാത്രം കണ്ട് പകച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ജോർജ് കുട്ടി പറഞ്ഞതായ വാക്കുകളുടെ മനസ്സിനകത്ത് ഇങ്ങനെ മായാതെ കിടപ്പുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം വരികയും ഇദ്ദേഹം എന്നോട് യേശുവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അന്ന് മുതൽ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം മനസ്സിനകത്ത് തോന്നി. അതുകൊണ്ട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അത് കേൾക്കാൻ താല്പര്യം കാണിക്കും. പക്ഷെ താല്പര്യം കാണിക്കും തോറും യേശു ആരെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ വളരാൻ തുടങ്ങി. അത് ദിവസങ്ങളല്ല, മാസങ്ങളോളം ഇങ്ങനെ പിന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഞാൻ കൊതിക്കുന്ന അവസ്ഥയുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടെ ഞാൻ പോകും ഇദ്ദേഹം പറഞ്ഞ് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ വിപ്ലവത്തെക്കുറിച്ച് കേട്ടതുപോലെ ഞാൻ മറ്റൊന്ന് കേൾക്കുകയാണ്. യേശുക്രിസ്തു സ്ഥാപിക്കുന്ന ഒരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്ത് മനുഷ്യരെല്ലാം തുല്യരാണെന്നും ഒരു രാജാവ് നീതിയോടെ ഭരിക്കുമെന്നും അങ്ങനെ തുടങ്ങുന്ന യേശുക്രിസ്തു സ്ഥാപിക്കുന്ന ഒരു ശാശ്വതമായ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇന്ത്യയിൽ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കൊതിച്ച ഒരു രാഷ്ട്രീയക്കാരനായ എൻ്റെ മനസ്സിനകത്ത് യേശു സ്ഥാപിക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ സ്പർശിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ അത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. എങ്കിലും ഒരു ക്രിസ്ത്യാനിയാകാനോ ഒരു പള്ളിയിൽ പോകാനൊന്നും ഞാൻ താല്പര്യമുള്ള വ്യക്തിയല്ല. ബൈബിൾ വായിക്കുന്ന സ്വഭാവം എനിക്കില്ല, പ്രാർത്ഥിക്കുന്ന സ്വഭാവമില്ല. ഇത് കേൾക്കുന്നത് എനിക്ക് താല്പര്യമായി തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ അമ്മയുടെ വീട് മണിവരയ്ക്കടുത്താണ്. അവിടെ ഒരു ദിവസം ശനിയാഴ്ച ഞാൻ ഈ സ്നേഹിതനുമായിട്ട് അവിടെ രാത്രി പോയപ്പോൾ അന്ന് അവിടെ വിശ്രമിച്ചെത്തി. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഇദ്ദേഹം പറഞ്ഞ് എനിക്കൊരു പള്ളിയിൽ പോകണം പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള പള്ളികളെല്ലാം കത്തോലിക്ക പള്ളിയുണ്ട്, യാക്കോബ പള്ളിയുണ്ട്, CSI പള്ളിയുണ്ട്, മാർത്തോമ പള്ളിയുണ്ട്. എനിക്ക് ഈ പള്ളികളൊക്കെ അറിയാം. പക്ഷേ അതപ്പോൾ അദ്ദേഹം അവിടെ ഒന്നും പോവില്ല. അപ്പോൾ ഞാനൊരു പെന്തക്കോസ്, അപ്പോൾ ഇദ്ദേഹം ഒരു പെന്തക്കോസുകാരനാണെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പെന്തക്കോസ്ത് പള്ളി ചൂണ്ടിക്കാണിക്കണം. പക്ഷെ എനിക്കറിയില്ല. എൻ്റെ അമ്മാവന്റെ മകള് പറഞ്ഞു, ഇവിടുന്ന് ഇത്ര ദൂരം യാത്ര ചെയ്താൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് പെന്തക്കോസ്ത് പള്ളി കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തെ കൊണ്ട് പോവുക. അവിടെ ചെന്നപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഓല കൊണ്ട് മേഞ്ഞൊരു പള്ളിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തറയെല്ലാം ചാണകം മെഴിയുന്ന അദ്ദേഹം. വളരെ കൂലിപ്പണിക്കാരായ പാവങ്ങളായ കുറച്ച് വിശ്വാസികൾ ആരാധിക്കുന്ന 10-20 വിശ്വാസികൾ മാത്രമേ, അതിൽ തന്നെ ഭൂരിപക്ഷം പേരും വൃദ്ധരായ അമ്മച്ചിമാരുള്ളൊരു ചർച്ചായിരുന്നു. അവിടെ അതിന് മുറ്റത്ത്
ചെന്നപ്പോൾ ആ പള്ളിയിലെ പാസ് ഇറങ്ങി വന്നു. ആ പാസ് ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാനും എൻ്റെ അമ്മാവൻ്റെ മോളും കൂടെ പള്ളി കാണിച്ച് തിരിച്ച് നടക്കുമ്പോൾ ഈ പള്ളിയിലെ ദൈവദാസൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥനയ്ക്കൊന്ന് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് സന്തോഷമുള്ള കാര്യമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ക്രൈസ്തവ ആരാധനയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷെ ഇദ്ദേഹം എന്നെ കൈക്ക് പിടിച്ച് എന്നെ അദ്ദേഹം നിർബന്ധിച്ചകത്ത് കയറ്റുകയാണോ അതോ എന്നെ ആരെങ്കിലും അവിടേക്ക് തള്ളിക്കയറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ പള്ളിക്കകത്ത് കയറി. അത് സത്യമാണ്. എല്ലാവരും ഇരിക്കുന്നിടത്തല്ല എന്നെ ഇരുത്തിയത്. ഈ ദൈവദാസന്റെ അരികിൽ തന്നെ എന്നെ കൊണ്ടിരുത്തി. ഒരു സൈഡിൽ എൻ്റെ കൂട്ടുകാരനും മറു സൈഡിൽ ഞാനും നടുക്ക് ഈ പാസ് പിരിക്കുക. ഒരു പാട്ട് പാടി തുടങ്ങി. പാട്ട് പാടുമ്പോൾ ഞാൻ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. എല്ലാവരും എന്നെ നോക്കുന്നു, ഞാൻ അവരെ നോക്കുന്നു. പിന്നീട് അവരെല്ലാം പ്രാർത്ഥിക്കുന്നു. എനിക്ക് കണ്ണടയ്ക്കാൻ അറിയില്ല, അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അതേ ശീലമില്ല. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ കണ്ണു തുറന്ന വിഗ്രഹത്തെ നോക്കിയേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷേ അന്ന് എനിക്ക് എന്തെങ്കിലും അറിയാതെ ഞാനിങ്ങനെ ഈ പാട്ടുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു പാടുന്ന ഓരോ പാട്ടിന്റെ വരികളും എൻ്റെ ജീവിതത്തെ അനുഭവം പോലെ എനിക്ക് തോന്നി. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ മുൻപോട്ട് പോകുന്നതോറും ഈ പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്ന എനിക്ക് തോന്നി. അന്ന് 51-ാം സങ്കീർത്തനം പ്രബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ദാവീദിന്റെ പാപത്തെക്കുറിച്ചാണ്, പാപത്തെ ക്ഷമിക്കുന്ന യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ദാവീദിനെ കുറിച്ചല്ല വാസ്തവത്തിൽ പ്രസംഗിച്ചതല്ല, എന്നെക്കുറിച്ചായിരുന്നു. എൻ്റെ ജീവിത അനുഭവങ്ങൾ മൊത്തം അദ്ദേഹം എൻ്റെ ജീവിതത്തെ വിവേചിക്കുകയായിരുന്നു. അദ്ദേഹം പരിജ്ഞാനത്തിന്റെ ആത്മാവിൽ എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ വചനത്തിലൂടെ അദ്ദേഹത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി പുറകിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ അറിയുന്ന ഒരാൾ ഈ പള്ളിക്കകത്തുണ്ട്. എൻ്റെ ജീവിതം അറിയുന്ന, എന്നെ അറിയാവുന്ന ഒരാൾ ഈ പള്ളിക്കകത്ത്, അത് ഇവർ ആരാധിക്കുന്ന യേശു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ എൻ്റെ ചരിത്രങ്ങൾ അറിയാം, എൻ്റെ മനസ്സിൽ ഞാൻ ആരോടും പറയാത്ത എൻ്റെ സങ്കടങ്ങൾ എങ്ങനെ ഇയാൾക്കറിയാം. അപ്പോൾ എന്നെ അറിയാവുന്ന ഒരാൾ ഇതിനകത്തുണ്ട്, അത് യേശു തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി സമയം കൊടുത്തപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ് എല്ലാവരും ഇരുന്നപ്പോൾ അറിയോ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ചാടി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ വേണം. എനിക്ക് വേറൊന്നും പിന്നത്തെ ഞാൻ പറഞ്ഞെനിക്ക് ഓർമ്മയില്ല, അത്ര പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ കരയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പൊ ഞാൻ കരഞ്ഞപ്പോൾ സഭ എൻ്റെ കൂടെ കരയാൻ തുടങ്ങി. അവിടെ കൂട്ടം നിലവിളിയായി. അവര് ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. ഞാൻ അവസാനം പരിസരബോധം വന്നപ്പോൾ നിലത്തിരിക്കുമ്പോഴും എനിക്ക് എൻ്റെ കണ്ണുനീരിനെ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു സത്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, നിരാശകളില്ല, വേദനകളില്ല. യേശു എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 1993 ജൂൺ മാസം 20-ാം തീയതി ഒരു 11-നും 11:30-ക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഇത് സംഭവിച്ചത്. അവിടെയാണ് യേശു എൻ്റെ ഉള്ളിൽ വന്നത്. അന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതെനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു. അന്ന് ഞാൻ പുതിയ മനുഷ്യനായി മാറി. അതുവരെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ എല്ലാ പാപങ്ങളിലും മാലിന്യപ്പെട്ടതായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, പുകവലിച്ചിട്ടുണ്ട്. 19 വയസ്സ് വരെയുള്ള ഒരു ചെറുപ്പക്കാരന് എന്തെല്ലാം പാപം ചെയ്യാൻ ഈ സമൂഹത്തിൽ കഴിയുമോ അതിലൊക്കെ ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ട്. പക്ഷേ അതുവരെ ആർക്കും കീഴടങ്ങാത്ത, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ മടിക്കാത്തൊരു വ്യക്തിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആ നാളുകളായതുകൊണ്ട് കൂടെ നിൽക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് ആരെയും പേടിയില്ലാത്ത ഒരവസ്ഥയിൽ പോലീസുകാരോട് പോലും മുഖത്തു നോക്കി സംസാരിക്കുന്നതിൽ അല്പം പോലും ഭയം തോന്നാത്തൊരു ചെറുപ്പക്കാരാണ്. പക്ഷെ അങ്ങനെ ആരെയും കൂസാതെ നടന്ന എൻ്റെ ജീവിതം, അപ്പനെയും അമ്മയും ആർക്കും അനുസരിക്കാതെ നടന്ന എൻ്റെ താന്തോന്നിത്തമായ ജീവിതം ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ഞാൻ വേറൊരു മനുഷ്യനായി മാറി. അന്ന് ഞാൻ ആലയത്തിൽ നിന്ന് അകത്തേക്ക് കയറിയ ഞാനല്ല, പുറത്തേക്ക് ഇറങ്ങുന്ന വേറൊരു വ്യക്തിയായിരുന്നു. പിന്നീട് ജീവിതം മുഴുവൻ പുതിയൊരു വഴി കൂടെയാണ്. എനിക്കത് വലിയ വെല്ലുവിളികൾ ഉണ്ടായി. അത് എൻ്റെ ദേശത്തെ മൊത്തം പിടിച്ച് കുലുക്കുന്ന അനുഭവം ഉണ്ടായി. എൻ്റെ നാട്ടുകാരൻ മുഴുവൻ ആ വാർത്ത കേട്ട് ഇളകി മറിഞ്ഞു. എന്നെ പള്ളി കൊണ്ടുപോയി വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി മാറിയ അപ്പു എന്നറിയപ്പെടുന്ന മനുഷ്യനെ
പല പ്രാവശ്യം RSSകാർ തന്നെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സന്ദർഭമുണ്ട്. അപ്പൊ ഞാൻ തന്നെ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവിക്കാനുണ്ടെങ്കിൽ എന്നെ ചെയ്താൽ മതി, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വിശ്വാസം സ്വീകരിച്ചത്, ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ ചെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ എന്നെ എഴുത്ത് പഠിപ്പിച്ച ആശാട്ടി മുതൽ അദ്ദേഹത്തെ അവരുടെ മക്കൾ വരെ, അവരൊക്കെ ഭയങ്കരമായ RSSന്റെ പ്രവർത്തകർ, അവർക്കൊക്കെ ഭയങ്കര പ്രയാസം തോന്നി. എൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തെ അവർ എതിർത്തില്ല, പക്ഷെ എൻ്റെ വിശ്വാസം മാറിയപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെ വിരൽ പിടിച്ച അരിയിൽ അക്ഷരമെഴുതി പഠിപ്പിച്ച ആശാട്ടിയുടെ മക്കളൊക്കെ ഈ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചു. ഞാൻ അവിടെ വീട്ടിൽ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, എന്നെ എന്തും ചെയ്യാൻ തുടങ്ങി. ആ വിശ്വാസം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായ ഈ മാറ്റങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്കും ഹൃദയത്തിനകത്ത് വലിയ വെല്ലുവിളിയായി മാറി. അപ്പം അത്രയും നാൾ വരെ ഞാൻ ജീവിച്ചത് ആർക്ക് കീഴടങ്ങാത്തൊരു അഹങ്കാരിയെ പോലെ, സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഞാനൊരു പുതിയ മനുഷ്യനായി മാറിയപ്പോൾ എൻ്റെ മാതാപിതാക്കളൊക്കെ എൻ്റെ മാറ്റം മനസ്സിലായിട്ട് അവരും വാസ്തവത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ, അവരും നിരീക്ഷവാദികളല്ല, അവരും എൻ്റെ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഞാൻ ആലയത്തിൽ പോയി തുടങ്ങി. എനിക്കൊരു ബൈബിള് ലഭിച്ചു. എൻ്റെ മാതാപിതാക്കളോട് സുവിശേഷം പറഞ്ഞു. അവരും എൻ്റെ കൂടെ പള്ളി വരാൻ തുടങ്ങി. അത് വലിയ ഉള്ളടക്കമായി മാറി. കാരണം ആ ദേശത്ത് എല്ലാ വർഷം മുടങ്ങാതെ ശബരിമല ക്ഷേത്രത്തിലൊക്കെ പോയി ഇങ്ങനെ ജീവിച്ചു വന്ന ഒരു മനുഷ്യൻ കുടുംബമായിട്ട് ആ നാട്ടിലൂടെ ബൈബിളും പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായി നടക്കുന്നു കണ്ടപ്പോൾ ആ ദേശക്കാർക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് വലിയ കൂടുതലക്കമായി. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് സഹോദരി രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭവതിയായിരുന്ന സമയത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും അവിടെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി. എൻ്റെ സഹോദരിയും വിശ്വാസത്തിലേക്ക് വന്നതാണ്. കാരണം അങ്ങനെ ഏതാണ്ട് 6-7 മാസം ഗർഭവതിയായ സമയത്താണ് ഭർത്താവ് എൻ്റെ സഹോദരി ഉപേക്ഷിച്ച് കടന്നുപോയത്. അങ്ങനെയുള്ള വലിയ ദുരന്തങ്ങൾ കൂടി കടന്നുപോയി. ആ സമയത്ത് ദൈവം ഞങ്ങളെ വിശ്വാസം ഉറപ്പിച്ച് നിർത്തി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കിണറില്ലായിരുന്നു. ഞങ്ങൾ വെള്ളം കോരി തൊട്ടടുത്തൊരു ഹൈന്ദവരായ വ്യക്തികൾ വീട്ടിലായിരുന്നു. അവിടുന്ന് വെള്ളം കോരുന്നത് അവർ വിലക്കാനിടയായി. എൻ്റെ അച്ഛൻ കൃഷിപ്പണിക്കാരനായിരുന്നു. ഭൂമികളൊക്കെ ഇങ്ങനെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യും. അതെല്ലാം അവർ പിൻവലിച്ചു. ജീവിക്കാൻ ഒരു ആഹാരത്തിന് വകയില്ലാത്ത അനുഭവം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഞങ്ങൾക്ക് അദ്ദേഹം തുച്ഛമായ പൈസ കൊണ്ട് റേഷനറി മേടിച്ച് അദ്ദേഹം വീട്ടിൽ കൊടുത്തരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, വിശ്വാസത്തിൽ വന്ന് ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മോഹൻദാസ് എന്നറിയപ്പെടുന്ന ഡോക്ടറാണ് അമ്മയെ ചികിത്സിച്ചു വന്നത്. ആ ഡോക്ടറുടെ മരുന്നുകൾ കഴിച്ച് ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ഓപ്പറേഷന്റെ വക്കിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി. കിഡ്നി ഇങ്ങനെ ഓരോ ദിവസവും അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു വരികയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തൊട്ടടുത്താണ് സ്കൂളെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഉച്ചയ്ക്ക് ഊണ് കുടിക്കാൻ വേണ്ടിയല്ല, അമ്മ ജീവനോടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അത്രമാത്രം മരണഭീതിയിലായ നാളുകളിൽ. എന്നാൽ ഈ വിശ്വാസത്തിൽ വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. അങ്ങനെ അമ്മ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്നാനമേൽക്കുന്നതിന് മുൻപ് തന്നെ അമ്മയുടെ രോഗം പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യമാക്കി. എൻ്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി മാറി. അത് ഞങ്ങൾ വിശ്വാസത്തിൽ അച്ഛനും വിശ്വാസി വന്നു. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ചാണ് മല്ലപ്പള്ളി ആറ്റിൽ വെച്ച് കറുകച്ചാൽ സെൻട്രൽ ശുശ്രൂഷകനായ ഇപ്പോൾ ഇതിൽ വിശ്രമിക്കുന്ന TA ചെറിയാൻ എന്നറിയപ്പെടുന്ന കറുകച്ചാൽ സെൻട്രൽ പാസ് ആണ് ഞങ്ങളെ മല്ലപ്പള്ളി ആറ്റിൽ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വരാൻ കാരണമായി മാറി. പിന്നീട് ഞാൻ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ ദൈവനം പഠിച്ചു. ഹെബ്രോണിൽ വചനം പഠിച്ചു. വചനം പഠിച്ച ശേഷം KC തോമസ് പാസ്റ്റർ കൂടെ തിരുവനന്തപുരം എന്ന ജില്ലയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നു. ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്ക് മാരകമായൊരു അൾസർ രോഗം എന്നെ ബാധിച്ചിരുന്നു. ആ രോഗം ബാധിക്കാനുണ്ടായ കാരണം തന്നെ ഞാൻ ആ ദിവസങ്ങളൊക്കെ കഠിനമായ ഉപവാസങ്ങൾ എടുത്ത് അങ്ങനെ സംഭവിച്ചതാണ്. എനിക്ക് അൾസർ രോഗം ബാധിച്ച് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ രോഗിയായി മാറി. ഈ രോഗം മൂർച്ഛിച്ച് പലപ്പോഴും എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ ഭയമാണ്. കാരണം ബ്ലഡാണ് വയറ്റിൽ പോകുന്നത്. അതിനുവേണ്ടി അന്നത്തെ എൻ്റെ കണക്ക് ഉറപ്പ് ശരിയാണെങ്കിൽ ഒരു മാസം 400 രൂപയുടെ ഹോമിയോ മരുന്ന് എനിക്ക് ആവശ്യമായിരുന്നു. ഈ മരുന്ന്
കഴിച്ചിട്ടും വേറെ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരാശ്വാസമില്ലാത്ത അവസ്ഥയാണ്. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് പുതിയ വിലസ്ഥലമാണ്, അവിടെ വന്ന് ഉപവസിക്കണം, പക്ഷെ എനിക്ക് ഉപവസിക്കാൻ പറ്റില്ല. വിശ്വാസികൾ തരുന്ന ഭക്ഷണം കഴിക്കണം, പക്ഷെ എനിക്ക് ഇറച്ചി കഴിക്കാൻ പറ്റില്ല, മുട്ട കഴിക്കാൻ പറ്റില്ല, പുളിപ്പുള്ള കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അത് കഴിച്ച പിന്നെ അസഹനീയമായ വയറുവേദനയും പിന്നീട് ശക്തമായ ബ്ലീഡിംഗ് ആണ്. ഞാൻ ഓരോ ദിവസം ചില ദൂരം കണ്ടുപിടിഞ്ഞ് ആകെ അങ്ങ് വല്ലാത്ത അവസ്ഥയിൽ പോവുകയാണ്. ഈ രോഗം വന്ന 2 പേരെ എൻ്റെ കൂടെ പഠിച്ചാൽ അവർക്ക് 2 പേർക്കും രോഗം മാറിയിട്ടില്ല. വർഷങ്ങളായി അവർ അൾസർ രോഗികളാണ്. അങ്ങനെ ഈ മരുന്ന് കഴിച്ച് ഞാൻ ദൈവത്തോട് ഒരുപാട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ നിന്റെ വിലയ്ക്ക് വേണ്ടി, അന്ന് എനിക്ക് 23 വയസ്സ് 24 വയസ്സെന്ന് തോന്നുന്നു, വളരെ തകർന്നൊരവസ്ഥയിൽ കൂടി പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ എന്നോട് സംസാരിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം. വരുമെന്നല്ല, വന്നിരിക്കുന്നു എന്ന വചനം എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കർത്താവ്, എനിക്ക് സൗഖ്യം വന്നിട്ടില്ല, കാരണം എൻ്റെ വയറിപ്പോഴും വേദനയാണ്, ഇപ്പോഴും എനിക്ക് ബ്ലീഡിംഗ് ഉണ്ട്, ഇപ്പോഴും ഞാൻ അസ്വസ്ഥനാണ്, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയുന്നത്, നിന്റെ പാപങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി, നീ വിശ്വസിച്ചപ്പോഴാണ് അതൊക്കെ പ്രാപിക്കാൻ പറ്റിയത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ ശാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായി, പക്ഷെ നീ വിശ്വസിച്ചപ്പോഴാണ് ആ ശാപങ്ങൾ മാറിയത്. അതുപോലെ ഞാൻ ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ രോഗത്തിന് സൗഖ്യം വന്നു, പക്ഷെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അത് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടെ ചെന്ന് എന്നെ മരുന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തോ പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. വരുമെന്നല്ല, വന്നു കഴിഞ്ഞു. അപ്പോഴും എനിക്ക് വയറുവേദനയുണ്ട്, അപ്പോഴും എനിക്ക് ബ്ലീഡിംഗ് ഉണ്ട്, അപ്പോഴും എനിക്ക് മറ്റു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് തൊട്ട് മരുന്ന് കഴിക്കില്ല എന്ന് തീരുമാനം. ഈ രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കില്ല തീരുമാനം. ഏതാണ്ട് ദിവസം മുന്നോട്ട് പോകുന്തോറും വയറുവേദന കൂടുകയാണ്, ബ്ലീഡിങ് കൂടുകയാണ്. അപ്പോഴും ദൈവം പറഞ്ഞ ശബ്ദം, നിനക്ക് സൗഖ്യം വന്നെന്ന്. പക്ഷെ എൻ്റെ ശരീരം പറയുന്നു സൗഖ്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, എൻ്റെ അനുഭവത്തെ അല്ല, ദൈവത്തെ വിശ്വസിക്കുന്നു. പിശാചി പറഞ്ഞു നിനക്ക് സൗഖ്യം വന്നു. ഞാൻ പറഞ്ഞില്ല, ദൈവം കള്ളം പറയില്ല, വ്യാജം പറയാത്ത ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാനും പിശാചും തമ്മിൽ ഒരു 3 മാസം ശക്തമായ വാക്ക് തർക്കമാണ്. അങ്ങനെ ഞാൻ പോകുന്നിടത്തെല്ലാം പ്രസംഗിച്ചു, യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. വിശ്വാസികൾ ചോദിച്ചു, പാസ്റ്റർ കണ്ണ് കുടിച്ചിരിക്കുന്നു, പാസ്റ്റർ ഇപ്പോഴും ക്ഷീണിതനാണ്, പാസ്റ്റർക്ക് ഇപ്പോഴും വയറുവേദനയുണ്ട്, പക്ഷേ പാസ്റ്റർ പ്രസംഗിക്കുന്നത് സൗഖ്യം വന്നെന്ന്. ഞാൻ പറഞ്ഞു, അതാണ് സത്യം. എൻ്റെ ശരീരത്തിൽ രോഗങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ 3 മാസം ഞാൻ പ്രസംഗിച്ചു, യേശുവിനെ സൗഖ്യമാക്കിയിരിക്കുന്നു, എനിക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അങ്ങനെ 3 മാസം, ഏതാണ്ട് 90 ദിവസത്തെ ഈ മല്ലയുദ്ധം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മനസ്സിലായി, എൻ്റെ വയറുവേദന ഇപ്പോൾ ഇല്ല, ബ്ലീഡിംഗ് ഇല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഉണങ്ങിയ അവസ്ഥകൾ മാറാൻ തുടങ്ങി. എനിക്കിപ്പോൾ ഷുഗർ പേഷ്യൻ്റായി. ഞാനിപ്പോൾ 37 വയസ്സപ്പോൾ ഷുഗർ പിടിച്ചു. അപ്പോൾ തുടങ്ങി ഞാൻ വീണ്ടും മെലിയാൻ തുടങ്ങി. അതുവരെ എൻ്റെ ശരീരത്തിന് സാമാന്യ പുഷ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസത്താൽ കർത്താവ് പറഞ്ഞ വചനം അനുസരിച്ച് എൻ്റെ അൾസർ രോഗം എന്നതേക്ക് ഇവിടെ വിട്ടുമാറി. എനിക്ക് ഇന്ന് ഏത് ഭക്ഷണം കഴിക്കാം. 10, 21 ദിവസങ്ങളൊക്കെ ഉപവസിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ എൻ്റെ ശരീരത്തിനില്ല. അങ്ങനെ ദൈവനെ സൗഖ്യമാക്കി. കൂടാതെ ഞാൻ വിവാഹം കഴിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ കോവളം എന്ന സ്ഥലത്താണ് എൻ്റെ ഭാര്യയുടെ വീട്. ദൈവത്തിന് മഹത്വം. എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചു വന്നത്. എൻ്റെ ഭാര്യയുടെ പിതാവ് ഒരു സർക്കാർ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു രോഗമുണ്ടായതും കൂടി ഞാൻ പറഞ്ഞ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ ഞായറാഴ്ച ആലയത്തിൽ പോകുമ്പോൾ പ്രിയ പിതാവ് ക്ഷീണിതനായി കട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ പള്ളിയിൽ ചർച്ചിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ആലയത്തിൽ പോയി. മാതാവ് പിതാവിൻ്റെ കൂടെ ഭവനത്തിലുണ്ടായിരുന്നു. ഒരു 10-11 മണിയായപ്പോൾ ഞങ്ങൾക്കൊരു കോൾ വന്നു. അപ്പയ്ക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ സഹായകം 11 മണിക്ക് നിർത്തിയിട്ട് ഞാനും ഞങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികളും പിന്നെ എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഭവനത്തിൽ മടങ്ങി വന്നപ്പോൾ വാത്സല്യ പിതാവിൻ്റെ അവസ്ഥ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു പിതാവിനെയാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വിരലുകൾ പോലും അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അരയ്ക്ക് കീഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു പിതാവിനെയാണ്.
അദ്ദേഹം മെഡിക്കൽ ഫീൽഡിൽ വർഷങ്ങൾ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്തു. യൂറിൻ പോകുന്നില്ല. അവിടെ അഡ്മിറ്റ് ചെയ്തു. 7 ദിവസം അവിടെ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ 7 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ഒരുപാട് ചെക്കപ്പുകൾ നടത്തി. ഈ യൂറിൻ പോകാത്തത് കിഡ്നിയുടെ കംപ്ലൈന്റ് ആണ് എന്ന് കരുതി അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ആ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. വളരെയധികം സഹിക്കാൻ കഴിയാത്ത മരണവേദനയിൽ അദ്ദേഹം വേദനപ്പെടുന്നത് ഞാൻ കണ്ടു. എനിക്ക് സഹിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു കാഴ്ചയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യൂറിൻ പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായിട്ട് മാറിയിരുന്നില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വീട്ടിലേക്ക് പറഞ്ഞു വിടാം, പക്ഷെ ഒരു വിഷയമുണ്ട്, ഇപ്പോഴും ഞങ്ങൾക്ക് രോഗം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് DDRCയിൽ കയറി നിങ്ങളുടെ ബ്ലഡ് കൊടുത്തിട്ട് ഈ തരുന്ന കുറിപ്പടിയിലുള്ള ചെക്കപ്പുകൾ നടത്തിയിട്ട് റിസൾട്ടുമായിട്ട് OPയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു ലാബിൽ കയറി ബ്ലഡ് കൊടുത്തു കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് 3 ദിവസം കഴിഞ്ഞാണ് ലഭിച്ചത്. റിസൾട്ടുമായിട്ട് പിറ്റേ OPയിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ അവിടെ ആ ഡോക്ടർ ആ പ്രത്യേക റിസൾട്ട് കണ്ടിട്ട് അവരുടെ മുഖം പെട്ടെന്ന് വല്ലാതെ വാടിപ്പോയി. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന രോഗമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന രോഗമാണ്. അതിന്റെ അളവ് തന്നെ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതിനേക്കാൾ ആ ട്യൂമർ വലുതായി കഴിഞ്ഞു. ഓപ്പറേഷൻ അല്ലാതെ മറ്റു വഴികളില്ല. എൻ്റെ ഭാര്യയുടെ ഏക സഹോദരൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അപ്പൊ അവർക്ക് ഇത് സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്, പപ്പയോട് പറയാതെ ഞങ്ങളടുത്ത് പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ഒരു ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെടുത്തണം. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഭീകരമായ കാര്യം, എൻ്റെ ഭാര്യയുടെ പിതാവിന് 5 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക്. സാധാരണയായിട്ട് 1, 2 അറ്റാക്ക് കഴിയുമ്പോൾ, 3 അറ്റാക്ക് കഴിയുമ്പോൾ സാധാരണ ആൾക്കാർ ചിലപ്പോൾ മരിച്ചു. പക്ഷെ ഈ പിതാവിന് 5 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും അതിൽ നിന്നും മടങ്ങി വന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു കാർഡിയോളജിയിലെ പേഷ്യൻ്റാണ്. സ്ഥിരം എല്ലാ മാസവും പോയി ഡോക്ടറെ കാണുന്ന ഒരു പേഷ്യൻ്റാണ്. 5 പ്രാവശ്യം അറ്റാക്ക് വന്ന ഒരു മനുഷ്യനെ, അന്ന് അദ്ദേഹത്തിന് 80-അടുത്ത പ്രായം വരുമെന്നല്ല ഓർമ്മ. അത്രയും പ്രായമുള്ളൊരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിഷയമാണ്. എങ്കിലും അത് ചെയ്തേ പറ്റും, മറ്റു മാർഗമില്ല. അപ്പോൾ എൻ്റെ ഭാര്യയുടെ സഹോദരൻ ഒരു ഡോക്ടറാണ്. അവർ പറഞ്ഞു, മരുന്ന് കൊണ്ട് എന്താണെങ്കിലും ഇത് ചികിത്സിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാം, അതിന് വേണ്ട മുഴുവൻ സാമ്പത്തിക കാര്യവും അദ്ദേഹം നോക്കിക്കൊള്ളാം. അതുകൊണ്ട് ഡോക്ടറെ ചെന്ന് കണ്ട് ഓപ്പറേഷന് വേണ്ടിയുള്ള സമ്മതം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വലിയ പിതാവുമായിട്ട് ഡോക്ടറെ കാണാൻ പോയി. അന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്യൂമറിൽ നിന്നും അതിന്റെ സെല്ല് കുത്തിയെടുക്കുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക റൂമിനകത്ത് അദ്ദേഹത്തെ കയറ്റി. സോളമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2-3 നേഴ്സുമാരും 2 ഡോക്ടർമാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5 പേര് അടങ്ങുന്ന ഒരു സംഘമാണ് റൂമിനകത്ത് കയറ്റി. എന്നെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. അവര് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ആ പ്രത്യേക സെല്ല് കുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, ഈ പ്രത്യേക സമയത്ത് ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ റൂമിൽ നിന്നും സോളമ എന്ന ഉച്ചത്തിൽ ഡോക്ടർ വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പെട്ടെന്ന് ഒരു അലാറം അവിടെ അടിച്ചു. ഞാൻ ഓടിച്ചെന്നു. പെട്ടെന്ന് മറ്റു ഡോക്ടർമാരവിടേക്ക് ഓടി വന്നു, നഴ്സുമാർ കൂടി വന്നു. റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച, ഈ പിതാവ് ദേഹാസ്വസ്ഥ്യം നിമിത്തം അദ്ദേഹത്തിന്റെ കണ്ണുകളെല്ലാം പുറകോട്ട് മറിഞ്ഞ് ദേഹം മൊത്തം കുഴഞ്ഞ് ചലനമില്ലാതെ സംസാരിച്ച ശേഷം നഷ്ടപ്പെട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന കാഴ്ചയാണ്. അവരെ കുലുക്കി വിളിക്കുന്നു. അപ്പോഴാണ് അവരെന്നെ അകത്ത് കയറ്റി. അപ്പോൾ ഞാൻ ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി പോലെ എനിക്ക് തോന്നി. അദ്ദേഹം എന്നെ കയറി എൻ്റെ കയ്യിൽ കയറി വളരെ ശക്തിയോടെ എൻ്റെ കരത്തിൽ കയറി മുറുകെ പിടിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്നോട് എന്തോ സംസാരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാൻ പറയുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഒരു പ്രചോദനം ദൈവം തന്നു. ഹോസ്പിറ്റലാണെന്നോ ഡോക്ടർമാർ നിൽക്കുന്നൊന്നും ഞാൻ നോക്കിയില്ല. പെട്ടെന്ന് ഞാൻ സരസ്വതം മറന്നു.
പെട്ടെന്ന് ഞാൻ ദൈവം എനിക്ക് തന്നൊരു ധൈര്യത്തിൽ ആ ശക്തിയോടുകൂടി ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനയല്ല. ഇബ്രാഹിം ഒരു വാക്യമുണ്ട്, മക്കൾ ജഡത്വത്തോടു കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെ ജഡത്വത്തോടു കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായൊരുക്കെയും വിടിവിച്ചു. ഈ വചനം എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നു. ഞാൻ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണം കൊണ്ട് തോൽപ്പിച്ച് മരണത്തെ ജയിച്ച ജയാളിയായ യേശുവിന്റെ നാമത്തിൽ മരണമേ ഈ മനുഷ്യനെ വിട്ട് മാറി നിൽക്കുക എന്ന അധികാരത്തോടെ ഞാൻ അവിടെ നിന്നുകൊണ്ട് കൽപ്പിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക ആണെങ്കിലും അതൊരു കൽപ്പന പോലെയാണ് എൻ്റെ വൈകുന്നത്. ഞാനത് പറഞ്ഞ് 2-3 മിനിറ്റ് കൂടെ മാത്രമേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പിതാവിന്റെ അവസ്ഥ മാറുന്നത്. ഡോക്ടർമാർ വരുന്നുണ്ട്, അത് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തെ ആംബുലൻസ് കയറ്റി കാശുവാറ്റി കൊണ്ടുപോയി. അന്ന് 3 മണിയായപ്പോൾ ഈ പിതാവിനെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വിട്ടു. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഈ അവസ്ഥ കണ്ടപ്പോൾ ഇതിനെ അവിടെ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യും എന്നാണ് കരുതുന്നത്. പക്ഷേ കൃത്യം 3 മണിയായപ്പോൾ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. 3 മണിയായപ്പോൾ ഞാനൊരു ടാക്സി പിടിച്ച് തിരിച്ച് വീട്ടിൽ കടന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് ആ കുത്തിയെടുത്ത സെല്ല് പാത്തോളജി ലാബിൽ കൊടുത്തെങ്കിലും അതിനകത്ത് അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന സെല്ല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റിസൾട്ട് ലഭിക്കില്ല. ഒന്നുകൂടി ഈ ക്യാൻസർ സെല്ല് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ക്ഷീണിതനായ മനുഷ്യന്റെ ശരീരത്തിൽ ഇത് ചെയ്യാൻ ഡോക്ടർമാർക്ക് ധൈര്യമില്ല. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരു ചെക്കപ്പിന് വേണ്ടി അതേ ലാബിലേക്ക് വീണ്ടും ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഇതിനിടയുള്ള സമയത്ത് അനേകം ദൈവദാസന്മാർ വീട്ടിൽ കടന്നു വരികയും ഈ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സഭയായി പ്രാർത്ഥിച്ചു. പക്ഷേ പാപ്പയ്ക്ക് മാത്രം ഇത് ഇന്ന രോഗമാണെന്ന് അറിയില്ല. അങ്ങനെ ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. ഈ റിസൾട്ടുമായിട്ട് അതേ ഡോക്ടറുടെ മുറിയിൽ ചെന്നു. 1ാമത്തെ റിസൾട്ടും 2ാമത്തെ റിസൾട്ടുമായിട്ട് അതേ റൂമിൽ ചെന്നപ്പോൾ ഈ 2 റിസൾട്ടും മാറി മാറി നോക്കിയിട്ട് ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഏത് പള്ളിയിലാണ് പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്നത്? ഡോക്ടർ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ ഏത് പള്ളിയിലാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? വേറൊന്നും ചോദിച്ചപ്പോൾ ഞാൻ നിന്ന് പകച്ചുപോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് ആലയത്തിലാണ്. അപ്പൊ ആ മനുഷ്യൻ ഒരു തമിഴ് ചോയോടുകൂടി മലയാളം സംസാരിക്കുന്ന തമിഴ്നാട്ടുകാരനായൊരു ഡോക്ടറായിരുന്നു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പപ്പയുടെ ശരീരത്തിൽ ഇപ്പോൾ ആ രോഗമില്ല. അതിന്റെ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയുടെ 9.7 വരെ അത് വളർന്നു കഴിഞ്ഞു. ആദ്യത്തെ ശരി അതിന് നോർമൽ സ്റ്റേജ് 5.5. ഇപ്പോൾ ആ ട്യൂമറിന്റെ വലിപ്പം 5.7 ഉള്ളൂ. 9.7 നിന്നും 5.7 അത് ചുരുങ്ങുവാനിടെ. അതുകൊണ്ട് ഇനി അതിനുവേണ്ടി ഒരു ഓപ്പറേഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത്ഭുതകരമായി ദൈവം അപ്പയെ വിടുവിച്ചു. 87ാമത്തെ വയസ്സിലാണ് പിതാവും ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. എൻ്റെ അമ്മയെ സൗഖ്യമാക്കി, എന്നെ അൾസർ ദൈവം സൗഖ്യമാക്കി, എൻ്റെ ഭാര്യാപിതാവിനെ പ്രോട്ടേസ്റ്റ് ക്യാൻസർ രോഗത്തിൽ നിന്നും ദൈവം സൗഖ്യമാക്കി. അങ്ങനെയുള്ള വലിയ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്തു. ശുശ്രൂഷയിലാണെങ്കിലും ഞാൻ ശുശ്രൂഷിച്ചത് വിഴിഞ്ഞം സീപോർട്ടിനടുത്ത് ശാന്തിപുരം എന്നറിയപ്പെടുന്ന ഹിന്ദുക്കൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത്. അവിടെയുള്ള ജനങ്ങളുടെ പ്രത്യേകത, അവരെല്ലാം ജനിച്ച കാലം മുതലേ ഈ ഹൈന്ദവ വിശ്വാസങ്ങളിൽ അടിമത്തം പോലെയുള്ളു. ഓരോ വീട്ടിലും സ്വന്തമായിട്ട് പൂജാമുറികളും അതുപോലെയുള്ള ഈ കൊടുത്തു കൊണ്ടാടുന്ന കുടിതികൾ കൊടുക്കുന്ന ബലിപീഠങ്ങളൊക്കെ ഉള്ള വീടുകളാണ്. ഓരോ വീട്ടിലുമുണ്ട് ബലിപീഠങ്ങൾ. കോഴിയെ അറുത്ത്, ആടിനെ അറുത്ത്, കാളയെ വെട്ടിയൊക്കെ പൈശാചിക ശക്തികൾക്ക് ആരാധന സമർപ്പിച്ച് വന്ന ഒരു കൂട്ടം ജനത്തിന്റെ തലമുറക്കാരാണ് ഞാൻ ചില സമയത്ത് ആടിനെ വെട്ടുന്ന പരിപാടികളൊക്കെ അവിടെയുള്ള രാഷ്ട്രീയക്കാർ ഇടപെട്ട് നിർത്തി ചെയ്തെങ്കിലും രഹസ്യമായിട്ടതൊക്കെ ചെയ്യാൻ അവർക്ക് മടിയില്ല. അങ്ങനത്തെ ഒരു ദേശത്തേക്കാണ് സുവിശേഷകരയ്ക്ക് വേണ്ടി ദൈവം എന്നെ കൊണ്ടുപോയത്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ വിശ്വാസത്തിൽ വന്ന ഏതാണ്ട് 5-6 പേർ അടങ്ങുന്നൊരു ചെറിയ കൂട്ടമുണ്ട്. അവിടേക്കാണ് എന്നെ KC തോമസ് അവർ പ്രാർത്ഥിച്ച് അവിടേക്ക് നയിക്കുന്നത്. KC തോമസ് വാസാണ് എന്നെ അവിടേക്ക് പ്രാർത്ഥിച്ച് നയിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ പെന്തക്കോസ്ത് വേലയ്ക്ക് അവിടെ ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത സ്ഥലമാണ്.
ആർസിക്കാരെ പോലും ക്രിസ്ത്യാനികൾ എന്ന കാരണത്താൽ പരിഹസിക്കുന്ന നാട്ടുകാരാണ്. റോമൻ കത്തോലിക്കരെ പോലും പരിഹാസത്തോടുകൂടി കാണുന്ന ഒരു നാട്ടുകാരാണ്. CSI പള്ളിയാണെങ്കിലും അവിടെ പേരിന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ദേശത്താണ് ഞാൻ പ്രവർത്തനം ആരംഭിച്ചത്. ശക്തമായ എതിരുകളും വെല്ലുവിളികളും പോരാട്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾ ആരാധന നടത്തി വന്ന വീട്ടിൽ നിന്നും 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇറക്കിവിടുന്ന അവസ്ഥയുണ്ടായി. ഒരു വാടക വീട് തേടിയിട്ട് ഒറ്റ വീട് പോലും ആരും തരാത്ത ആളുണ്ടായി. ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരു പിടി മണ്ണില്ലാതെ സങ്കടപ്പെട്ട ആ സമയത്ത് അന്ന് പ്രാർത്ഥനയ്ക്ക് അധികത്തിൽ വന്നൊരു വൃദ്ധയായ അമ്മച്ചിയുടെ പ്രാർത്ഥന ഇങ്ങനെ: കർത്താവേ, ഞങ്ങളുടെ ദൈവദാസന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ 1 സെന്റ് വസ്തുവെങ്കിലും തരണമേ എന്ന് അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അമ്മച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. 5 മാസം കഴിഞ്ഞപ്പോൾ പേരുക്കട നമ്മുടെ KC തോമസ് അവരുടെ ചർച്ചിലുള്ള ആന്റണി എന്നറിയപ്പെടുന്ന ഒരു വിശ്വാസിയായ സഹോദരൻ, അദ്ദേഹം വെൽസിറ്റി ബോർഡിൽ ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ആ ചെറിയ ശമ്പളമുള്ള ജോലിയിൽ നിന്ന് അദ്ദേഹം PF-ൽ നിന്ന് പറയുന്ന ലോൺ എടുത്ത് 5 സെന്റ് വസ്തു ഈ സഭയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ആ വസ്തുവിന്റെ അതിനേക്കാൾ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ വാങ്ങിച്ച വസ്തു എന്ന് പറഞ്ഞാൽ അവിടെ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായ മനുഷ്യന്റെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് അയാളുടെ വസ്തുവാണ്. അയാൾ മരിച്ച മുമ്പ് ഈ വസ്തുക്കൾ വീതം വെച്ചപ്പോൾ അയാളുടെ ഒരു മകൾക്ക് കൊടുത്ത ഷെയറാണ്. അപ്പോൾ ഇയാൾ ജീവിച്ചിരുന്ന സമയത്ത് ഇയാളുടെ മന്ത്രവാദങ്ങളും കുരുതികളും എല്ലാം നടത്തുന്ന ഒരു കുരുതിക്കളമായിരുന്നു ഈ 5 സെന്റ് വസ്തു. അവിടെ അയാൾ കാളയെ വെട്ടി, ആടിനെ വെട്ടി, കോഴിയറുത്ത് മന്ത്രവാദങ്ങൾ നടത്തുന്ന ഒരു കുരുതിക്കളമായിരുന്നു. അപ്പോൾ ഈ പ്രത്യേക കുരുതിക്കളത്തിനകത്ത് ഇങ്ങനെ ഇതൊക്കെ നടത്തി ഇതൊക്കെ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു ആൾദൈവമായി ജീവിച്ച മനുഷ്യന് അവിടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവരെ ആത്മാക്കളെ വീട്ടിൽ അണയ്ക്കാൻ അവർക്ക് ഭയമാണ്. അത് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത ആത്മാക്കൾ, അപകടത്തിൽപ്പെട്ട് മരിച്ചവർ, വെള്ളത്തിൽ ചാടി മരിച്ചവർ, തീയിൽ വെന്ത് മരിച്ചവരൊക്കെ ആത്മാക്കളെ ഇദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഈ കുരുതിക്കളത്തിൽ കൊണ്ടുപോയി പ്രത്യേകമായ പൂജകർമാദികൾ ചെയ്ത് അവരെ ഇരുത്തും. അങ്ങനെ ഇരുത്തിക്കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ശല്യം ചെയ്യില്ലെന്ന്, അല്ലെങ്കിൽ ഈ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു നടന്ന് വീട്ടിലുള്ളവരെ ദ്രോഹിക്കും എന്ന് പേടിച്ച് നാട്ടുകാർക്ക് ഭയമായതുകൊണ്ട് ഇദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുക. ഓരോ വർഷവും അയാൾ മരിച്ച സമയത്ത് ഒരു നിശ്ചിതമായ ദക്ഷിണ കൊണ്ട് കൊടുത്ത് ഒരു പൂജകർമ്മം ചെയ്താൽ മതി. അപ്പൊ ശല്യമില്ലാതെ അങ്ങനെയുള്ള കുരുതി നടത്തിയ ഒരു കുരുതിക്കളം തൊട്ടടുത്ത ക്ഷേത്രം, അവിടെ നിന്ന് ഒരു 50 മീറ്റർ മാറിയാണ് ഈ കുരുതിക്കളം. ആ 5 സെന്റ് വസ്തു ഈ മോക്ക് എഴുതി കൊടുത്തപ്പോൾ ഈ മോക്ക് ഈ വസ്തു കിട്ടിയ അന്ന് മുതൽ അവർക്ക് ഭയങ്കരമായ പ്രശ്നമായി വീട്ടിലുണ്ടായി. അവർക്ക് മാറി മാറി രോഗങ്ങൾ വരിക, പട്ടാപ്പകൽ അവരെ കാക്ക കൊത്തുക, ദുസ്വപ്നങ്ങൾ കാണുക, ഭീതിയോടെ അവർക്ക് സ്വസ്ഥതയില്ലാതെ അവർക്ക് എങ്ങനെങ്കിലും ഈ വസ്തു ഒന്ന് വിറ്റ് കിട്ടണം. അങ്ങനെ ഇവർ ആ സമയത്ത് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവരെ വിഴിഞ്ഞത്തുള്ള അസംബ്ലീസോട് സഭയിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവര് വിശ്വാസ സ്നാനം വിറ്റു. അവരുടെ ഭർത്താവും മക്കളാരും വിശ്വാസത്തിലല്ല, ആ സ്ത്രീ മാത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഈ പ്രവർത്തനം ഇവിടെ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വസ്തു തറവാടകയ്ക്ക് ചോദിക്കാൻ ചെന്ന ഒരു കെട്ടിടം വാടക കിട്ടാത്തതുകൊണ്ട്, ഇവര് പെന്തക്കോസ്തുകാരി ആയതുകൊണ്ട് ഞങ്ങൾ ഈ വസ്തു ഞങ്ങൾക്ക് ഷെഡ് വെച്ച് കെട്ടി ആരാധിക്കാം, മാസം ഞങ്ങൾ വാടക തരാം എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വാടകയ്ക്ക് തരത്തില്ല, വേണമെങ്കിൽ വിൽക്കാൻ തയ്യാറാണ്. ആ സമയത്താണ് നമ്മുടെ ഈ പേരുക്കട നമ്മുടെ KC തോമസ് ഭാഷ ചർച്ചിലുള്ള ആന്റണി എന്ന സഹോദരൻ PF-ൽ നിന്നും തന്റെ ലോൺ എടുത്ത് ഈ വസ്തു നമുക്ക് വാങ്ങിച്ചത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഈ വസ്തു ഒരു കുരുതിക്കളം നമുക്കറിയില്ലായിരുന്നു. ആ വസ്തു വാങ്ങിച്ചതും നാട്ടുകാരും അറിഞ്ഞില്ല, രഹസ്യമായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ അവിടെ പള്ളിക്കാണെന്നും അറിയില്ലായിരുന്നു. ഈ ആന്റണി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ഞങ്ങൾ ആദ്യം വസ്തു വാങ്ങിച്ചത്. അതുകൊണ്ട് ഈ വസ്തു വിറ്റവർക്കും പള്ളിക്കാണെന്ന് വാസ്തവത്തിൽ അറിയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഷെഡ് വെച്ച് കിട്ടിയപ്പോഴാണ് ഇത് ആരാധനാലയത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞത്. പക്ഷെ ഉടമസ്ഥൻ ഞാനാണെന്ന് നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. അവര് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി, നീ ഇതിനകത്ത് വീട് വെച്ച് താമസിക്കുകയാണോ, നിനക്ക് തലയ്ക്ക് വട്ടുപിടിക്കും, നീ ഇതുവഴി വസ്ത്രം ധരിക്കാത്ത നടക്കേണ്ടി വരും. അത് ഞാൻ വിവാഹിതനല്ല. നമ്മൾ ഭീഷണികളൊക്കെ ഉണ്ടായി. അവർക്ക് ആദ്യം അവർക്കൊരു പരിഹാസം പോലെ തോന്നി. കാരണം അവരുടെ മന്ത്രവാദവും പിശാചും ഒക്കെ ചേർന്ന് തന്നെ ഓടിക്കുന്നു അവർക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ അവിടെ ആണ് ആരാധന തുടങ്ങിയത്. ഭയങ്കരമായ ശക്തമായ വിചാരങ്ങളും അതിന്റെ ശക്തികളുമൊക്കെ ആ മണ്ണ് നിമിത്തമുള്ള പോരാട്ടങ്ങളിൽ കൂടി കടന്നുകൂടി വന്നു. അത് അവിടെ തന്നെ ആ വസ്തുവിൽ തന്നെ കുടിയിരുത്തിയിരിക്കുന്ന ദൈവങ്ങളുണ്ടായിരുന്നു.
അവിടെ പള്ളിക്ക് വേണ്ടി നമ്മൾ വാനം വെട്ടിയപ്പോൾ ധാരാളം ഈ കുടങ്ങൾക്കകത്ത് കലശങ്ങൾക്ക് കണ്ടു. അതിനകത്തെല്ലാം ഓരോ ആഭിചാരങ്ങൾ ചെയ്ത് തകിട് ഇങ്ങനെ കുറിച്ചിട്ടിരിക്കുന്ന 10-20ഓളം തകിട് കുടങ്ങളെങ്കിലും അത് കിട്ടിക്കാണും. അതുപോലെ അവിടെയുള്ള ഒരു വലിയ പ്ലാവിൽ ഇരുമ്പ് ആണി ആപ്പടിച്ചിറക്കിയ പൈശാചിക ശക്തികളെ ആപ്പടിച്ചിറപ്പിക്കുന്ന അടിച്ചുറപ്പിക്കുന്ന പ്ലാവുണ്ടായിരുന്നു. അതിനകത്ത് ഏതാണ്ട് 5-6 തെങ്ങുള്ളതിൽ ഒന്നും കായ്ക്കാത്തതായിരുന്നു. ഈ പ്ലാവ് കായ്ച്ചിട്ടില്ല. അങ്ങനെ ഫലങ്ങളൊന്നുമില്ലാത്ത എന്തോ ഒരു വലിയ പ്രത്യേക പൈശാചിക ശാപമടങ്ങിയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് മാത്രമല്ല, ഈ ക്ഷേത്രത്തിനടുത്ത് ഈ പള്ളിയല്ലാതെ ഈ മന്ത്രവാദി വീടല്ലാതെ ഒരൊറ്റ വീട് അവിടെ ഇല്ലായിരുന്നു. അവിടെ ആ ചുറ്റുപാടൊന്നും ആൾക്കാർ വീട് വയ്ക്കാൻ ഭയമായിരുന്നു. വസ്തുവുള്ളവരൊക്കെ ദൂരം മാറിയാണ് വീട് വയ്ക്കുക. അങ്ങനെ വിജനമായൊരു സ്ഥലമാണ്. തൊട്ടടുത്തൊന്നും വീടുകളില്ലാത്ത വിജനമായ സ്ഥലമായിരുന്നു. അവിടെയാണ് ഈ പള്ളി വെച്ചത്. നമ്മൾ പട്ടാപ്പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയം നിമിത്തം പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കാലിൽ ഈ ചിലങ്ക കെട്ടിയ മനുഷ്യൻ നടക്കുന്ന ശബ്ദം കാതിൽ കേൾക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയപ്പെട്ട് ചാടി എഴുന്നേക്കും. പിന്നീട് നമുക്ക് ചങ്ങല വലിക്കുന്ന ശബ്ദം കേട്ട് പട്ടാപ്പകൽ 9 മണിക്കോ 10 മണിക്കൊക്കെയാണ് നമുക്ക് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അത്ര ഭയപ്പെടുന്നാലും പിന്നെ നമ്മൾ പേടിച്ചിട്ട് പള്ളിയുടെ വാതിൽ അടച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ വാതിൽ തുറന്ന് ആരും അകത്തു വരുന്ന പോലെ തോന്നിക്കും. അങ്ങനെയൊക്കെ ഉള്ളതായ ഭയപ്പെടുത്തുന്ന പോലുള്ള അവസ്ഥകളൊക്കെ ആരംഭ സമയത്തുണ്ടാകും. പക്ഷേ അവിടെയെല്ലാം ദൈവം എന്നെ അങ്ങ് ധൈര്യപ്പെടുത്തി. ഞാൻ ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹിൽ തികഞ്ഞു വരും. ബൈബിളിനകത്ത് നിന്റെ എന്നൊരു പദമില്ല, പക്ഷെ ഞാൻ കേട്ട ശബ്ദം നിന്റെ ബലഹിൽ തികഞ്ഞു വരുമെന്ന്. ഞാനത് ആഴത്തിലങ്ങ് വിശ്വസിച്ചു. നീണ്ട 20 വർഷം ഞാൻ ആ വേലയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകി. ദൈവം ഒരുപാട് ആത്മാക്കളെ യേശുവിലേക്ക് കൊണ്ടുവരാൻ കാരണമായി മാറി. എല്ലാവരും ഒന്നും വിശ്വാസത്തിൽ നിന്നില്ല. ചിലരൊക്കെ പിന്മാറിപ്പോയി, ചിലരൊക്കെ കവയുന്ന പോയിട്ടുണ്ടെങ്കിലും അനേകരിന്നും വിശ്വാസത്തിൽ അവിടെയുണ്ട്. ദൈവത്തിന് മഹത്വം. ധാരാളം ഭൂതഗ്രസ്തരായ മനുഷ്യരെ കർത്താവ് സൗഖ്യമാക്കുന്ന ഞാൻ കണ്ടു. എല്ലാവരും ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ മാത്രമേ ആ ആലയത്തിനകത്ത് വന്നിട്ടുള്ളൂ. ബാക്കി ഒട്ടുമിക്ക ആൾക്കാർ എല്ലാവരും ഹൈന്ദവ മാർഗം രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. മന്ത്രവാദികളും മന്ത്രവാദം നിമിത്തം തകർന്നവരും മാനസിക രോഗികൾ അങ്ങനെ തുടങ്ങിയ അവസ്ഥകളൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, അന്ന് ഞാൻ വിവാദനാണ്, ഞാനും എൻ്റെ ഭാര്യ കൂടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കന്ന് ഒരു ഓല കിട്ടിയ ഷെഡാണ്. ആ ആലയത്തിനകത്ത് ആ പള്ളി ഞങ്ങൾ ചെല്ലും മുമ്പേ പള്ളിക്കകത്ത് 3 സ്ത്രീകൾ നിൽക്കുക. ഒരു സ്ത്രീക്ക് 10-40 വയസ്സ് കാണും. മറ്റൊരാൾക്ക് അവരുടെ അമ്മയുടെ പ്രായമുണ്ട്, 10-75 വയസ്സുണ്ട് പ്രായമുണ്ട്. ഒരു പെൺകുട്ടിയാണ്, 10-18-20 വയസ്സേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയില്ലാത്ത അവർ ഞങ്ങളുടെ പള്ളിക്കകത്ത് എന്തുകൊണ്ട് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ല. അവർ പറഞ്ഞു, ഞങ്ങള് ഇന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണെങ്കിലും CSA പള്ളിയിലൊക്കെ പോകാറുണ്ട്. എൻ്റെ മകൾ ഗർഭവതിയാണ്, അവളെ വീട്ടിൽ പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവളുടെ വീട്ടിൽ കയറി വന്ന അന്ന് മുതൽ അവൾക്ക് പൈശാചികമായ ഉദ്രവ നിമിത്തം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവൾക്ക് പൈശാചിക ശക്തി ഇളകും. അതുപോലെ അവിടെ അച്ഛനും ഒരുപോലെയാണ്. അതെല്ലാം സംഭവിക്കും. തൊട്ടടുത്ത വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സന്ധ്യയ്ക്ക് 6 മണിക്ക് വിളക്ക് കത്തിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൾ വയലന്റ് ആകും. അതേ സമയത്ത് അവിടെ അച്ഛനും പൈശാചിക ശക്തി ഇളകി 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകത്തിയെടുത്ത് ഉപദ്രവിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അമ്മ മോളെ പിടിക്കുന്നു, മോളുടെ ഭർത്താവ് അച്ഛനെ പിടിക്കുന്നു, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ. അപ്പോൾ അവര് ഒരു പെന്തക്കോസ്ത് പള്ളിയിൽ പോയി ഒരു പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. പക്ഷേ പ്രാർത്ഥിക്കുന്ന ആശ്വാസം കിട്ടിയില്ല. CSA അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു, ആശ്വാസം കിട്ടിയില്ല. അപ്പോൾ ആരോ പറഞ്ഞൊരു മന്ത്രവാദിയെ വിളിച്ച് മന്ത്രവാദം നടത്താൻ. അങ്ങനെ ഞങ്ങളുടെ മന്ത്രവാദിയെ വിളിച്ച് വീട്ടിൽ മന്ത്രവാദം നടത്തി. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പള്ളിയിലെ പാസ്റ്ററോ CSA അച്ഛനോ വരില്ല. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ചപ്പോൾ മന്ത്രവാദം വന്നിട്ട് നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയില്ല. കാരണം അവര് വന്ന് ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് തറ കുടിച്ച് കുറച്ച് എടുക്കാൻ കാര്യം തൊട്ടടുത്ത അയൽവാസി ഇവർ വീട് വെച്ചപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ ദർശനം ഇങ്ങനെ വെക്കരുത്, വെച്ചാൽ അത് ഞങ്ങളുടെ വരുമാനത്തിന് തകർച്ചയായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ദർശനം തിരിച്ചു വെക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ കേൾക്കാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം വീടിന്റെ ദർശനം വെച്ചപ്പോൾ ഞങ്ങളുടെ വീട് പണി തുടങ്ങി ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാതെ ആ വീട്ടുകാർ ഇതിനകത്ത് കൊണ്ടുപോയി മന്ത്രവാദം ചെയ്ത് തകിട് കുടിച്ചിട്ടതാണ്.
അതുകൊണ്ടാണ് എൻ്റെ മോള് പ്രസവത്തിന് വേണ്ടി വന്നപ്പോൾ ഈ അവസ്ഥയുണ്ടായത്. എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ചെവിയും കൈയുടെ തൊണ്ടയെല്ലാം പൊട്ടുന്നൊരു അസുഖം വന്ന് ജോലി ചെയ്യാൻ കഴിയും തിരിച്ചു വന്ന അങ്ങനെ വലിയ തകർച്ചയിലാണ്. ഈ മന്ത്രവാദിയായ സ്ത്രീ വീട്ടിൽ വന്ന് തകടൊക്കെ എടുത്തു തന്നു. പക്ഷേ അവര് വീണ്ടും വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വീണ്ടും ഭയങ്കരമായ നിലയിൽ വർദ്ധിച്ചു. ഇനി ഞങ്ങൾക്ക് രക്ഷിക്കാൻ അറിവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളിയിൽ വന്നതെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനും എൻ്റെ ഭാര്യയും കൂടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇല്ലാത്ത സമയത്തെ വരാവുള്ളൂ. കാരണം അച്ഛൻ ഏത് സമയത്തും വൈലൻ്റാകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അച്ഛനില്ലാത്ത സമയം വരാൻ പറഞ്ഞു. ഞങ്ങൾ 3 മണിക്ക് അവിടെ ചെന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന് അവിടെ ചീട്ടിൽ ചെന്ന് ആ വീട്ടിൽ കയറി അല്പനേരം പ്രാർത്ഥിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ വീട്ടിലെ കുടുംബനാഥൻ അവിടെ വന്നു. ഞങ്ങൾക്ക് വലിയ ഭയം തോന്നി. കാരണം അയാൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പെട്ടെന്ന് 2 വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥന നിർത്തി. കാരണം എന്താണ് സംഭവിക്കുന്ന അറിയില്ല. പരിചയമില്ലാത്ത വീടാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ മനുഷ്യൻ ആ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു വീടിയെല്ലാം വലിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇയാൾ ഞങ്ങളെ നോക്കുന്നില്ല. പക്ഷെ അയാൾ നിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി പുള്ളി എന്തോ ചെയ്യാനുള്ളൊരു മനസ്സോടെയാണ്. ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് സത്യത്തിൽ ഭയപ്പെട്ട് തന്നെയാണ് അവിടുന്ന് പതിയെ പോകുന്നു. ഞങ്ങളിങ്ങനെ പോകുന്ന ശേഷം പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വീട്ടിലൂടെ ഇനി പ്രാർത്ഥിക്കാൻ നമ്മളെ വിളിച്ചാലും നമുക്ക് പോകണ്ട. കാരണം എന്തെങ്കിലും സംഭവിച്ചു വല്ലതും ചെയ്യും, നമുക്ക് പരിചയമില്ലാത്ത വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നാൽ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി വന്നിരുന്ന് പാട്ടുപാടി ആരാധിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ഈ വീട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൾ, ഗർഭവതിയായ മകളുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ അമ്മ, ഇത്രയും പേരും വരിയായി നമ്മുടെ പള്ളിയിലോട്ട് വരുന്ന കാഴ്ച ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. ഏറ്റവും മുമ്പിൽ വരുന്നത് ആ സ്ത്രീയാണ്. അതിന്റെ പുറകിൽ, തൊട്ടുപുറകിൽ ഗർഭിണിയായ മകൾ, തൊട്ടുപുറകിൽ ആ കുടുംബനാഥന്റെ അമ്മ, അതിന്റെ പുറകിൽ കുടുംബനാഥൻ. ഇത്രയും പേരും ഈ കുട്ടിയുടെ ഭർത്താവും. ഇവരെത്രയും പേരും ചർച്ചിൽ വന്ന്, ആലയത്തിൽ വന്ന് കയറി ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് കാര്യം പിടികിട്ടിയില്ല. അവസാനം ഞങ്ങൾ സാക്ഷി പറയാൻ സമയം കൊടുത്തപ്പോൾ ഈ കുടുംബത്തിലെ കുഞ്ഞിന്റെ അമ്മ എഴുതിട്ട് പറയുകയാണ്, ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഞങ്ങൾക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇനി വരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അന്ന് സന്ധ്യയായപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ആ തൊട്ടടുത്ത വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മോള് വൈലൻ്റാവുന്നത്. അന്ന് ഞങ്ങൾ തീരുമാനമെടുത്ത് ഇന്ന് അവിടെ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ബൈബിൾ എടുത്ത് വെച്ച് ഒരു പാട്ട് പാടി അങ്ങ് തുടങ്ങിയപ്പോൾ എൻ്റെ ഈ വൈലൻ്റാകുന്ന മോളും വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൈലൻ്റാകുന്ന എൻ്റെ ഭർത്താവും വന്നിരുന്നു. ഞങ്ങളുടെ പാട്ട് പാടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഈ മോടെ പിശാചി ഇളകുകയും, അവിടെ പാസ്റ്റർമാരാരുമില്ല. ഈ ഗർഭവതിയായ 7 മാസം ഗർഭിണിയായ മകളും, അവിടെ ഭർത്താവുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ്റെ അമ്മയുണ്ട്. അവരെ ദേവദാസന്മാരെ പ്രാർത്ഥിക്കുന്നവരാരുമില്ല. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. അവർ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ഈ കുട്ടിയുടെ പിശാചി ഇളകുകയും ആ പിശാചി പറയുകയാണ്, ഇന്ന് പകൽ ദൈവം ഈ വീട്ടിൽ വന്നു. ഞാൻ അവിടെ ചെന്ന കാര്യം പറഞ്ഞില്ല, പാസ്റ്റർ ചെന്നെന്ന് പറഞ്ഞില്ല. പക്ഷെ മഹാദൈവം ഈ വീട്ടിൽ വന്നു. അതുകൊണ്ട് ഇനിയും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയിലുള്ള പിശാച് അവിടെ വെച്ച ബൈബിൾ എടുത്ത് വെച്ച ആ ബൈബിളിന്റെ പുറത്ത് കൈ തൊട്ട് സത്യം ചെയ്ത് ആ പിശാച് ഒഴിഞ്ഞുപോയി. പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്റർ അവിടെ ഇല്ലായിരുന്നു. യേശുവിന് നാം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ പിശാച് പറയുകയാണ്, പാസ്റ്റർ വന്നിട്ട് പോയതല്ല, മഹാദൈവം ഈ വീട്ടിൽ വന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ പാർക്കാൻ കഴിയില്ല. അതിങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ നടന്നു പാസ്റ്ററെ. അതോടെ എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസം മാറി, എൻ്റെ മോടെ വിഷയങ്ങൾ മാറി. അതുകൊണ്ട് ഞങ്ങൾ ആ സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ ഉള്ള വലിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ദൈവം എത്ര വലിയവനാണെന്നും ദൈവത്തിന്റെ ശക്തി എത്ര ഭയങ്കരമാണെന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഹിന്ദുക്കളായ ധാരാളം വ്യക്തികൾ യേശുക്രിസ്തുവിലൂടെ രക്ഷകനെ കണ്ടുമുട്ടുന്നതും വിടുതൽ പ്രാപിക്കുന്നതും ഒക്കെ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 20 വർഷം പൂർത്തിയായപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു സ്ഥലമാറ്റം ഉണ്ടായി. ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ആലയം പണിയാൻ ദൈവം സഹായിച്ചു. 40 അടി നീളവും 20 വീതിയുള്ള ഒരു ആലയം അവിടെ പണി കഴിപ്പിച്ചു. അവിടെ ഇന്ന് എനിക്ക് ശേഷം 2-3 ദേവദാസന്മാര് ഇപ്പോൾ മാറി. ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി കാട്ടക്കടയ്ക്കടുത്ത് മലയങ്കീഴ് അന്തർക്കോണം സഭയിൽ
ഒരു 4 വർഷം ശുശ്രൂഷിച്ചു. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ കാട്ടാക്കടയിൽ എനിക്ക് അല്പഭൂമിയും ഒരു വീടും ദൈവം തന്നു. അപ്പോൾ അവിടെ പാർത്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്നത് പൂവാറിനടുത്ത് പൊഴിയൂർ എന്ന കടൽ ഓരോ പ്രദേശത്തിനടുത്ത് പഴവഞ്ചാല IPC ഇലിയം ചർച്ചിലാണ്. അവിടെയാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചു വരുന്നത്. ദൈവം തൻ്റെ വിശ്വസ്തതയുടെ കരം ഇതുവരെയും ഞങ്ങളെ താങ്ങി നിർത്തി. കഴിവോ അല്ലെങ്കിൽ മിടുക്കോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ലെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും അവനെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, സേവിക്കാൻ കൊള്ളാവുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന, അനുഗമിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ദൈവം ഈ പ്രപഞ്ചത്തിലില്ലെന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഈ ലോകത്തിലെ പ്രദീപങ്ങളെയും അന്വേഷിച്ചലഞ്ഞ് നടന്ന് സ്വസ്ഥതയില്ലാതെ ദൈവമില്ലെന്ന് ചിന്തിച്ച് വഴിതെറ്റി പോകേണ്ട എനിക്ക് സത്യദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു വലിയ കൃപ ദൈവം. അതുകൊണ്ട് അനർഹനായ എന്നെ ദൈവം ഈ അത്ഭുതകരമേറിയ സ്ഥാനത്ത് ദൈവം നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും സമർപ്പിക്കുന്നു. പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്കെന്റെ സാക്ഷ്യം നീട്ടിക്കൊണ്ടുപോകാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും വിശേഷ കർത്താവിന്റെ ദാസിക്കും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് VK സുനിൽ, എൻ്റെ ഭാര്യയുടെ പേര് ഷൈനി സുനിൽ, എൻ്റെ മോന്റെ പേര് ജോഷുവ സുനിൽ, മോളുടെ പേര് ജോഷ്ന സുനിൽ, പിന്നെ എൻ്റെ ഭാര്യയുടെ മാതാവുണ്ട് കെസിയ സോളമൻ എന്നാണ്. ഞങ്ങളൊരു കൊച്ചു കുടുംബമാണ്. കർത്താവിന്റെ പേരെയും ഞങ്ങളെ ദൈവം ഇതുവരെ നിർത്തി. ഇനിയും കർത്താവ് ഞങ്ങളെ നടത്താൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും ഇന്നും യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിനെ അറിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇടറിപ്പോയവരോ, രോഗങ്ങളിൽ വലയുന്നവരോ, മാനസിക തകർച്ചകൾ ഭാരപ്പെടുന്നവരോ, വിശ്വാസത്തിൽ ബലഹീനതകൾ ഉണ്ടെങ്കിൽ പറയട്ടെ, ദൈവം സർവശക്തനാണ്. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അവന്റെ ശാശ്വത ഭുജങ്ങളിൽ അവൻ നിങ്ങളെ വഹിക്കും. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. നിങ്ങൾ കാണാത്തൊരു ശാശ്വത ഭുജം നിങ്ങളുടെ കീഴിലുണ്ട്. ആ കരങ്ങൾ നിങ്ങളെ നടത്തും. ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. ലജ്ജിപ്പിക്കാത്ത മഹാദൈവം നിങ്ങളെ മാനിക്കട്ടെ. പ്രാർത്ഥനയോടെ പ്രത്യേകം നന്ദിയുള്ള മനസ്സോടെ എൻ്റെ വാക്കുകൾ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും അനേകർക്ക് കർത്താവിൻ്റെ ദാസനൊരു വലിയ അനുഗ്രഹമായി തീരുവാന്, അനേക ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാന് കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമേറിയ രക്ഷ അർഹതയില്ലാത്ത അടിയന് ദൈവം നൽകി. കർത്താവേ, വിശുദ്ധ ദൂതന്മാർക്ക് പോലും ദൈവം നൽകാത്ത ശുശ്രൂഷകൾ ഞങ്ങളുടെ മേൽ ദൈവം നൽകി. മഹനീയമായ ശ്രേഷ്ഠകരമേറിയ പദവികൾ നൽകി. പുത്രത്വവും വാഗ്ദത്തവും പ്രത്യാശയും ഒക്കെ നൽകി. അവിടുത്തെ പെട്ടകം ചുമക്കുവാൻ തെരഞ്ഞെടുത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ജോയ്സ് TV എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക ചാനലിലൂടെ കർത്താവ് അനേകരോട് അവിടുത്തെ ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ ദൈവം നൽകിത്തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖാന്തരമായി മാറിയ കർത്താവിന് ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ, തൻ്റെ ശുശ്രൂഷകളെ, തന്നെ ഏൽപ്പിച്ച എല്ലാ ആത്മീയ ദൗത്യങ്ങളെ, തന്റെ ദർശനങ്ങളെ കർത്താവെ അവിടുന്ന് ദൈവം അനുഗ്രഹിച്ച് 1000കണക്കിന് മനുഷ്യരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും വിശ്വാസത്തിന്റെ ഉറപ്പിലേക്കും നിത്യതയുടെ ദർശനത്തിലേക്കും കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ മകളെ അഭിഷേകം ചെയ്ത് പിന്നെയും ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേകമായ കർത്താവെ ജോയ്സ് TVയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിലൂടെ കർത്താവിനെ അറിയുവാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം അറിയുവാൻ, രക്ഷവഹിപ്പാൻ ദൈവടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ബഹുമാന്യരായ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എളിയന്റെ കർത്താവ് വാക്കുകൾ അവർക്ക് അനുഗ്രഹമാകണം. കർത്താവ് കേട്ട വചനങ്ങൾ വിശ്വാസമായി ദൈവാത്മാവ് രൂപാന്തരപ്പെടുത്താനിടയാകണം. കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും, യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഈ കർത്താവ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കാണുവാൻ അവരുടെ ഹൃദയദൃഷ്ടികൾ നീ പ്രകാശിപ്പിക്കണമേ.
രക്ഷിക്കപ്പെടട്ടെ, അവർ സ്നാനമേൽക്കട്ടെ, അവർ ദൈവാത്മാവിനെ പ്രാപിക്കട്ടെ. വിശുദ്ധിയോടെ വേർപെട്ട് കർത്താവിന്റെ കാഹളത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമേ എന്നടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികളായിട്ട് ആരെങ്കിലും അടിയന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അടിയനെ സൗഖ്യമാക്കിയ മഹാദൈവം അതേ കർത്താവെ, പ്രിയ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടഭാരം ജനിക്കുന്നവർക്ക് ദൈവം ഈ ദിവസങ്ങൾ കർത്താവെ വഴികൾ തുറന്നവരെ സഹായിക്കണം. മാനസികമായി തകർക്കപ്പെട്ടവർക്ക് ദൈവം ആശ്വാസകനാകണം. വിശ്വാസത്തിൽ ബലഹീനന്റെ കർത്താവ് ധൈര്യപ്പെടുത്തുവാനിടയാകണം. കർത്താവെ, നിന്റെ വരവിന് വേണ്ടി അതാ കർത്താവെ സ്വർഗം ഒരുങ്ങുന്നല്ലോ, കർത്താവെ ലോകം ഒരുങ്ങുന്നല്ലോ, ഞങ്ങളെയും ഒരുക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാളത്തോടും പ്രധാനദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുമെന്നും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുമെന്നുമുള്ള ദൈവത്തിന്റെ വചനം കർത്താവെ സംഭവിക്കാൻ പോകയാൽ, യാഥാർത്ഥ്യമാകാൻ പോകയാൽ, അതിനായി ദൈവം എല്ലാവർക്കും കൃപ നൽകി ഞങ്ങളെ ഒരുക്കണമേ. എന്റെ വരവിനായി ഞങ്ങളെ വാർത്തെടുക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നത് കൃപ തോന്നി കേൾക്കണം, നല്ല പിതാവേ. ആമേൻ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ.